ഹായ് കുട്ടീസ്, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. രാവിലെ നിങ്ങളെല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എവിടെ പോയി? ചാറ്റിലൊന്നും കാണുന്നില്ലല്ലോ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് നല്ല 3 അടിപൊളി വലിയ ചാപ്റ്റേഴ്സായ അനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആൻഡ് ബയോമോളിക്യൂൾസ് ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് XPL 3.0 കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സാണ്. എല്ലാവരും വായിച്ചിട്ടില്ലേ വന്നേ? അല്ലേ, നമ്മളൊരു 6 എണീറ്റ് വായിച്ച് സെറ്റാക്കിയല്ലേ വന്നേ? ഹായ് ശ്രീനിധി, ഹായ് ആനി, ഹായ് സൗമ്യ, ഹായ് നൗഫ്രീൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കാരണം ഇത്രയും രാവിലെ എണീച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി അടിപൊളിയായിട്ട് വന്നിരിക്കുക. ഹായ് അപ്പൂസേ, ഹായ് വിസ്മയ, ഹായ് ധന്യ, ഹായ് മേഘ, ഗുഡ് മോർണിംഗ്. ഹായ് മാളവിക, ഹായ് കുട്ടീസ്, എല്ലാ കുട്ടീസിനും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിന്നൊരു വലിയ ടാസ്ക് ഉണ്ട്. എന്താ പറഞ്ഞാൽ, ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ ഒന്ന് നോക്കിയേടാ. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നമ്മളങ്ങ് കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ അതല്ലാതെ തന്നെ നമുക്ക് കണ്ടറിയാം 60 + 50, ദാറ്റ് ഇറ്റ് സെൽഫ് മേക്ക് ഇറ്റ് സംതിങ് അറൗണ്ട് 110 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 115 ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് തന്നെ എങ്ങനെയാണ് പോവുക? നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കുമെന്ന് നമുക്ക് 115 ക്വസ്റ്റ്യൻസ്. കാരണം സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ചാപ്റ്ററിൽ നമുക്കറിയാം ടിഷ്യൂ ഉണ്ട്, കോക്രോച്ച് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്. അപ്പോൾ എല്ലാ ഏരിയയും കവർ ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തപ്പോഴാണ് ഇത്രയും ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ വന്നേ. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായി ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഹായ് അലീന, ഹായ് അബ്ദുൾ, എല്ലാവർക്കും ഹായ്. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു നമ്മുടെ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇപ്പോഴത്തെ യൂട്യൂബ് ഡ്യൂഡായ് സീരീസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. ഒത്തിരി പേരുണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ നേരത്തെ ഒരു രസമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ നിങ്ങളുടെ പെൻ ആൻഡ് പേപ്പർ എടുത്ത് വെക്കുക. കാരണം ആഫ്റ്റർ എവറി 30 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ സ്കോർ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സ്റ്റാറ്റസിലൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നമുക്ക് നോക്കാം എല്ലാവരും ചെയ്യുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും ചെയ്ത് നല്ല സെറ്റാക്കുന്നത് നമുക്കറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ വേണമെങ്കിൽ നമുക്ക് ഒത്തിരി പേര് വേണം. ഹായ് സ്റ്റെഫി. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഗുഡ് മോർണിംഗ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അനിമൽ കിങ്ഡം ചാപ്റ്ററിലാണ് കേട്ടോ. അപ്പോൾ അനിമൽ കിങ്ഡം ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് സ്പെസിഫിക് ആയി ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് 6 ബേസിസ് ഫോർ വിച്ച് വി ക്ലാസിഫൈ ദ ആനിമൽസ് ഇൻ ടു 11 ഫൈല്. അപ്പോൾ നമുക്ക് 11 ഫൈലും ഓർഡറിൽ എഴുതാൻ അറിയണം. അതിൻ്റെ 6 ബേസിക് ക്യാരക്ടേഴ്സ് ആയ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ദെൻ ഡിപ്ലോബ്ലാസ്റ്റ് ഓർ ട്രിപ്ലോബ്ലാസ്റ്റ്, ദാറ്റ് ഈസ് ദി ജേം ലെയേഴ്സ്. അത് കഴിയുമ്പോഴത്തേക്ക് അവിടെയുള്ള സീലോമിൻ്റെ അനുസരിച്ച് അസിലോമേറ്റ്, സ്യൂഡോസിലോമേറ്റ് ഓർ സിലോമേറ്റ് ആനിമൽ, സിമെട്രി, asymmetrical, bilateral or radial symmetry, segmentation അനുസരിച്ച് മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ ഉണ്ടോ ഇല്ലയോ, ആൻഡ് ഫൈനലി നോട്ടോകോട്ട്. ഹായ് ഗൗതം, 226 റിപ്പീറ്റർ ബാച്ച് എപ്പോൾ സ്റ്റാർട്ടാവും? പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവും ഗൗതമേ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ വെയിറ്റ് ചെയ്താൽ മതി. യു ക്യാൻ നോ അബൌട്ട് ഇറ്റ്. ഓക്കെ, പക്ഷെ നമുക്കിപ്പോൾ 2025 അടിപൊളിയായിട്ട് എഴുതണ്ടേ. അപ്പോൾ അത് കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണം. ബാച്ച് ഓൾറെഡി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് വരും കേട്ടോ. ഹായ് മാളവിക, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഇത്രയും ബേസിക്സ് പറഞ്ഞ ശേഷം നമ്മൾ ഓരോ ഫൈലത്തിലേക്കും കടക്കും. അപ്പോൾ മക്കളെ, നമ്മൾ പഠിക്കാൻ നേരത്ത് നമ്മൾ ക്ലാസ്സിൽ തന്നെ കോഡ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫൈലത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് നിങ്ങൾ ആദ്യം പഠിക്കുക. പിന്നെ ഈ 6 ബേസിക് ക്യാരക്ടേഴ്സും എല്ലാ ഫൈലത്തിൻ്റെയും അറിഞ്ഞിരിക്കണം. ദെൻ ഗോയിങ് ടു എവറി സിസ്റ്റം. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്കൊരു ഓർഡർ കിട്ടും. ഡൈജസ്റ്റീവിൽ എന്താണ്, സർക്കുലേറ്ററിയിൽ എന്താണ്, റെസ്പിറേഷനിൽ എന്താണ്, എക്സ്ക്രീഷൻ എങ്ങനെയാണ്, നെർവസ് എങ്ങനെയാണ്, സെൻസ് ഓർഗൻസ് എങ്ങനെയാണ്, റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് റീപ്രൊഡക്ഷന് തന്നെ സെക്ഷലും അസെക്ഷലും. സെക്ഷൽ ആണെങ്കിൽ നമ്മൾ ആദ്യം നോക്കും സെക്ഷുവാലിറ്റി എങ്ങനെയാണ്, യൂണിസെക്ഷൽസ് ആണോ ബൈസെക്ഷൽസ് ആണോ. അത് കഴിയുമ്പോൾ നമ്മൾ നോക്കുക ഹൗ ദ ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ്, ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേർണൽ ആണോ, ആൻഡ് ഹൗ ദി ഓർഗാനിസം ഡെവലപ്പ്, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഫൈലയിൽ പഠിക്കുക.
അപ്പോൾ ആദ്യമേ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, അത് കഴിയുമ്പോൾ 6 ബേസിക് ക്യാരക്ടർ, ദെൻ വി ഗോ ടു എവറി സിസ്റ്റംസ് ഓഫ് ദെയർ ബോഡി. ആൻഡ് ഫൈനലി നമ്മൾ അതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മിസ് എല്ലാ എക്സാമ്പിൾസിൻ്റെയും മോസ്റ്റ് ഓഫ് ദി ഡിഫിക്കൾട്ട് എക്സാമ്പിൾസ് വരുന്ന എല്ലാ ഗ്രൂപ്പിൻ്റെയും എല്ലാ ഫൈലത്തിൻ്റെയും എക്സാമ്പിൾസിൻ്റെ കോഡ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്കത് ബൈഹാർട്ട് ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ജനറൽ നെയിമും കോമൺ നെയിമും വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയെങ്കിൽ ഒരുപാട് ഫൈലത്തിൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സസിൻ്റെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്ന ഫൈലംസ് എല്ലാം കഴിഞ്ഞ് ഹായ് ജയ്ഷി, അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ പോകുന്നത് നമ്മളുടെ കോഡേറ്റ്സിലേക്കാണ്. അപ്പോൾ കോഡേറ്റ്സിൽ എത്തുമ്പോഴാണ് നിങ്ങൾ ഫെർദർ ക്ലാസിഫൈ ചെയ്യുക. പ്രോട്ടോ കോഡേറ്റ, വെറ്റിബ്രേറ്റ. അതിൽ വെറ്റിബ്രേറ്റയിൽ തന്നെ നമ്മൾ ഫെർദർ നാത്തോസ്റ്റോമ, അഗ്നാത്ത, അതിൽ നാത്തോസ്റ്റോമയിൽ പിന്നെ നമുക്ക് എന്തുണ്ട്, പൈസസും ടെട്രാപോഡ്സും ഉണ്ട്. ടെട്രാപോഡ്സിൽ ആംഫിബിയൻസ് ഉണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, മാമൽസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പേരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. സോ ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നു. ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാവരും പടാന്ന് ഉത്തരം ചാറ്റ് ബോക്സ് പൊട്ടട്ടെ. അപ്പോൾ ചാപ്റ്റർ കയ്യിലെടുത്ത് വെക്കുക, കാരണം ഇതിലെവിടെയാണ് നമുക്ക് മിസ്സെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ക്വസ്റ്റ്യൻസിലൂടെ മൂവ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് പോകാൻ നിങ്ങൾ ആരും വിട്ടുപോകരുത് കേട്ടോ. ക്വസ്റ്റ്യൻ തെറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിടുക. യെസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് ആൻസർ തന്നത് ശ്രീനിധിയാണ്. ദേവിക, യെസ്. ഭവ്യ, ഗുഡ്. അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് ആർ ഫൗണ്ട് ഇൻ പോറിഫെറ ഓൺലി? പോറിഫെറയിൽ മാത്രമുള്ള സെൽസ് ഏതാണ്? കോയിനോസൈറ്റ് സെൽസ് ആണ്, അതർവൈസ് കോൾഡ് എസ് കോളർ സെൽസ്. കോളർ സെൽസ് നമുക്കറിയാം. ഈ സെല്ലിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ ചെറിയ മൈക്രോവില്ലൈസ് ഉള്ള, ഒരു സിംഗിൾ ഫ്ലജെല്ലയുള്ള, ഇൻട്രാസെല്ലുലാർ ഡൈജഷന് സഹായിക്കുന്ന സെൽസ് ആണ്. ഇവർ ലൈൻ ചെയ്യുന്നത് സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ഇന്നർ ക്യാവിറ്റീനെയാണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇവർക്ക് ഓസ്റ്റിയിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ ഓസ്കുലത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഇവരുടെ ഫ്ലജലിലേക്ക് പറ്റും. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോയിനോസൈറ്റ് സെൽസ്. വെരി ഗുഡ്. ആൻസർ ഇസ് 1. Question number 2. Identify the incorrect statement. Identify the incorrect statement. Yes, jellyfish is a medusae. Ctenophores are the largest animals that move with the help of cilia. Flatworms have digestive cavity which is incomplete. Nematodes are true coelomate. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. ശ്രീനിധി എന്നെ ഫസ്റ്റ് പിന്നെയും വന്നിരിക്കുന്നു, ആരും തിരിച്ചിങ്ങോട്ട് കയറുന്നില്ല. ഹായ്, വേർ ക്രിയേറ്റിവിറ്റി മീറ്റ്സ് ഇന്നോവേഷൻ. ജെല്ലിഫിഷ് ഈസ് എ മെഡൂസ. നമുക്കറിയാം മെഡൂസ എന്ന് പറയുന്നത് ദ ഫ്രീ ലീവിങ് നിഡേറിയൻ ഫോം ആണ്. ആൻഡ് ജെല്ലിഫിഷ് അല്ലെങ്കിൽ ഒറീലിയ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ മെഡൂസ. കറക്റ്റ് ആണ്. ടീനോഫോഴ്സ് ആർ ദ ലാർജസ്റ്റ് ആനിമൽസ് ദാറ്റ് മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീലിയ. എഗെയിൻ കറക്റ്റ് ആണ്. നമുക്കറിയാം നമ്മളുടെ സീ വാൾനട്ട് അല്ലെങ്കിൽ സീ ഗൂസ്ബെറീസ്, അവർക്ക് ഏറ്റവും വലിയ ആനിമൽ വിച്ച് യൂസ് സീലിയേറ്റഡ് ടെൻറ്റിക്കിൾസ് ഫോർ ലോക്കോമോഷൻ. സോ ദിസ് ഈസ് വൺ ഓഫ് എ പോയിന്റ്. NCERT ഇല്ലെങ്കിലും വൺസ് ഓർ വൈൽ നമ്മൾ കാണുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ദെൻ ഫ്ലാറ്റ് വേംസ് ഹാവ് എ ഡൈജസ്റ്റീവ് സിസ്റ്റം വിച്ച് ഇസ് ഇൻകംപ്ലീറ്റ്. നമുക്കറിയാം ഫ്ലാറ്റ് വേംസ് ലൈക്ക് യുവർ പ്ലനേറിയ, അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ മൗത്തും ഏനസും സെയിം ഓപ്പണിംഗ് ആണ്. മൗത്ത് തന്നെയാണ് ഏനസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത്. ബ്ലൈൻഡ് സാക്ക് മോഡൽ എന്നും ഇതിനെ പറയും. ഈ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു ചാക്ക് പോലെ അല്ലേ മക്കളെ, ഒരൊറ്റ ഓപ്പണിംഗ് ആണുള്ളത്. ബ്ലൈൻഡ് സാക്ക് മോഡൽ എന്നും പറയും, വിച്ച് ഇസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ഈ ഒരു വാക്കും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഹായ് ചിത്ര. ആൻഡ് ദെൻ നെമറ്റോഡ്സ് ആർ ട്രൂ സീലോമേറ്റ്. അല്ല, നെമറ്റോഡ്സ് എന്ന് പറയുന്നത് ആരാണ്? ആസ്കെൽമെൻറ്റസിനെയാണ് നമ്മൾ നെമറ്റോഡ്സ് എന്ന് പറയുക. ആൻഡ് യു നോ ആസ്കെൽമെൻറ്റസ് ആർ സ്യൂഡോ സീലോമേറ്റ് ഓർഗാനിസംസ്. സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേകത എന്താ മക്കളെ? അവിടെ സീലോം ഉണ്ടാവുന്നത് എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയ്ക്കാണ്. മീസോഡേം അവിടെ മീസോഡാമൽ പൗച്ചസ് ആണ് ഫോം ചെയ്യുക. അപ്പോൾ ആ ഡയഗ്രം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ. ദ ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് നോട്ട് ട്രൂ ഫോർ ജനറലൈസ്ഡ് മൊളസ്ക?
ഹായ് ഡോക്ടർ ലൈറ്റ്, ഗുഡ് മോർണിംഗ്. മക്കളെ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേറ്റും കൂടെ ഈ ഒരു നമ്മളെ ഡു ഓർ ഡൈ സീരീസ് നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾ സ്റ്റാറ്റസ് ആക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് പേര് ആൻസർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു കോമ്പറ്റീഷനിൽ രസമായിട്ട് വരും കേട്ടോ. ബോഡി സെഗ്മെന്റഡ്, മൊളസ്കിയുടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ബോഡി സെഗ്മെന്റഡ്, അത് തന്നെ തെറ്റാണ്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് എ ഫ്രീക്വൻറ്റ്ലി സീൻ സ്റ്റേറ്റ്മെന്റ്. ബോഡി സെഗ്മെന്റഡ് അല്ല, their body is divided into head, visceral mass and food. അതിനെ ഡിവിഷൻ എന്നാണ് പറയുക. സെഗ്മെന്റേഷൻ ആകെ ഉള്ളത് ആർക്കൊക്കെയാണ്? അനലിഡ്സിന്, അതുപോലെ തന്നെ കോഡേറ്റ്സിന്, ആൻഡ് യു ഹാവ് ഇൻ ആർത്രോപോഡ്സ്. വേറെ ആർക്കും സെഗ്മെന്റേഷൻ ഇല്ല. റാസ്പിംഗ് ടങ് ലൈക്ക് ഓർഗൻ കോൾഡ് as radula is present. കറക്റ്റ് ആണ്. മാന്റിൽ ക്യാവിറ്റി വിത്ത് ഗിൽസ്. യെസ്, മാന്റിൽ ക്യാവിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം വിസറൽ ഹമ്പിനും മാന്റിൽ എന്ന് പറയുന്ന ലെയറിനും ഇടയ്ക്കുള്ളതാണ്. അവിടെ ഫെദറി ഗിൽസ് ഉണ്ട്. അതാണ് റെസ്പിറേഷനും എക്സ്ക്രീഷനും സഹായിക്കുക. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 4. How many of the characteristics given below are true for echinoderms? എക്കിനോഡേംസിന് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. യെസ്, ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു പോകുമ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണുന്ന സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കേടാ. ആൻഡ് എൻഡോസ്കെലിറ്റൻ ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നമുക്കറിയാം ഇവർക്ക് സ്പൈനി സ്കിൻ എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ മുകളിൽ മുള്ളൊന്നുമല്ല, എക്സോസ്കെലിറ്റൻ അല്ല. ഇവരുടെ എൻഡോസ്കെലിറ്റൻ ബോഡിയുടെ അകത്തുള്ള മുള്ള് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് അവരുടെ സ്പൈനി സ്കിൻ. ഇതിനകത്തുള്ള മുള്ള് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് അവരുടെ സ്പൈനി സ്കിന്നായിട്ട് നമ്മൾ കാണാം. അടുത്തത് അഡൽട്ട് എക്കിനോഡേം റേഡിയൽ സിമെട്രിക്കലാണ്, ലാവേ ബൈലാറ്ററലി സിമെട്രിക്കലാണ്. ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക് സീലോമേറ്റ് ഓർഗാനിസംസ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. അവിടെയുള്ള പ്രത്യേകത എന്താണ്? മൗത്ത് വെൻട്രൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാർ ഫിഷ് ഇരിക്കുക. അതിൻ്റെ മൗത്ത് വെൻട്രലും ഡോസലി നമുക്ക് അതിൻ്റെ മുതുകിലായിട്ട് ഏനസ് കാണാൻ പറ്റും. വാട്ടർ വാസ്കുലർ സിസ്റ്റം അവർക്കുണ്ട്. ഇതും ശ്രദ്ധിക്കണം, പോയിന്റ് ആണ്. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഈസ് പ്രസന്റ് ഇൻ എക്കിനോഡേംസ്. വാട്ടർ കനാൽ സിസ്റ്റം ഈസ് പ്രസന്റ് ഇൻ സ്പോഞ്ചസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, യെസ്, വെള്ളത്തിൽ കിടക്കുന്ന ജീവികളാണ് മക്കളെ. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ലാർവ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്. എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് എം എസ് എങ്ങനെയാണ് നമ്മൾ ഈ റീപ്രൊഡക്ഷൻ പഠിച്ചു വെക്കുക? അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മോസ്റ്റ്ലി ഇഫ് എൻ ഓർഗാനിസം ഈസ് ഇൻ വാട്ടർ എൻവയോൺമെൻറ്റ് അവരുടെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആയിരിക്കും. എക്സെപ്ഷൻ ആണ് സ്പോഞ്ചസും കാർട്ടിലേജിയസ് ഫിഷസും. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ പോയിന്റ് മാർക്ക് ചെയ്യുക. വെള്ളത്തിലാണെങ്കിൽ എക്സ്റ്റേണൽ, എക്സെപ്റ്റ് സ്പോഞ്ചസ് ആൻഡ് കാർട്ടിലേജിയസ് ഫിഷസ് അല്ലേ. ഇനി ഫെർട്ടിലൈസേഷൻ്റെ കാര്യത്തിൽ ഇഫ് യു സി ആൾ ദി ലോവർ ഫൈലം അവർക്ക് എല്ലാവർക്കും ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പർ ക്ലാസ്സസിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് കാണുക. ഓക്കെ, സോ വി സി 1 2 3 4 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ആൻസർ ഇസ് 3. Question number 5. Which of the following is not seen in hemichordates? Not seen in hemichordates. Hi lucky baby. Hi Naureen. എസ് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സ്റ്റോമോകോഡ് ഉണ്ട്, പക്ഷേ നോട്ടോകോഡ് ഇല്ല. നോട്ടോകോഡ് ശരിക്കും സ്റ്റോമോകോഡാണ് നോട്ടോകോഡായിട്ട് തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ടാണ് അവർ ഹെമികോഡേറ്റ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ബട്ട് ലേറ്റർ ഓൺ നമുക്ക് മനസ്സിലായി ഇറ്റ്സ് ജസ്റ്റ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ഡൈവേർട്ടിക്കുലം, അതിനെയാണ് സ്റ്റോമോകോഡ് എന്ന് പറയുക. സോ ദാറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ്. പ്രൊബോസിസ് ഗ്ലാൻഡ് ഫോർ
excretion. Question number 6. Which of the following is not a characteristic feature of sponges? Sponges in the feature allathathu edana? Which is not a characteristic of sponges? Vegam. Yes, നമുക്ക് നോക്കാം. Tissue level of organization അല്ല, they have cellular aggregate, cellular level of organization ആണ്. Then presence of osteocyte അവർക്കുണ്ട്, extracellular digestion. It's not a characteristic. അയ്യോ, ഇവിടെ 2 ഓപ്ഷൻസ് കറക്റ്റ് ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ അറിയാം. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. പ്രസൻസ് ഓഫ് ഓസ്റ്റി അവർക്കുണ്ട്. എക്സ്ട്രാ സെല്ലുലാർ അല്ല മക്കളെ, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. സോ ദിസ് ഓൾസോ ഗോസ് റോങ്. ആൻഡ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ഇസ് കറക്റ്റ്. ലാവൽ സ്റ്റേജസ് ഉണ്ട്. സോ എ ആൻഡ് സി വരും. സോ ദർ ഇസ് സം മിസ്റ്റേക്ക് ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഹായ് ചിത്രകുട്ടി. കട്ടപ്പന ചിത്രകുട്ടി മാത്രമേ ഉള്ളോ? ഹായ് ഷാ. So see this, ഹിമോസീൽ ഈസ് പ്രസന്റ് ഇൻ. നമുക്കറിയാം ഹിമോസീൽ എന്ന് പറയുന്നത് ബ്ലഡ് ഫിൽഡ് സൈനസസ് ആണ്. ഇവർ നമ്മൾ കാണുന്നത് ആരിലാണ്? ആർത്രോപോഡ്സിലാണ് കാണുക അല്ലേ? ബിക്കോസ് ദേ ഹാവ് ദ ഫസ്റ്റ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ഇവിടെ നമ്മൾ നോക്കിയാൽ ഫ്ലാറ്റ് വേംസിന് സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല, റൗണ്ടിനില്ല. സെഗ്മെന്റഡ് വേംസ് എന്ന് പറയുന്നത് അനലിഡ്സ് ആണ്. അനലിഡ്സിന് ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ദേ ഡോണ്ട് ഹാവ് എനി സൈനസ്. ആൻസർ ഈസ് ഇൻസെക്ട്സ് വിച്ച് ഈസ് ആർത്രോപോഡ. Question number 8. Match the item in column 1 and 2 and choose the option correctly matched pairs. വേഗം പറഞ്ഞോടാ. ഇതാണ് നമ്മൾ ഇനി എക്സ്പെക്ട് ചെയ്യാനുള്ള അതർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് എക്സാമ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ആലോചിക്കണം, എക്സാമ്പിൾസിൽ നമുക്ക് ഒരു ഫൈലത്തിൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. കോമൺ നെയിമും സയൻറ്റിഫിക് നെയിമും തന്നാലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. വേഗം ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഭയങ്കര സിമ്പിളാണ്. യെസ്, സ്പോറിഫെറ ഈ സ്പോഞ്ചില്ല. അപ്പോൾ ദാ പി എന്ന് പറയുന്നത് 1 വരുന്നു. 2 ഓപ്ഷൻസ്. Q4 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നിഡേറിയയിൽ നമുക്ക് ഡാംസിയ തന്നെയാണുള്ളത്. സി അനിമോൺ. പ്ലാറ്റി ഹെൽമെൻറ്റസിൽ നമുക്ക് ലിവർ ഫ്ലൂക്കാണ്. R2 ആണ് വരാനുള്ളത്. സോ ദാറ്റ് ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ആൻഡ് അനലിഡയിൽ നമുക്ക് വരുന്നത് നീർസ് ആണ് വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ ദ വാട്ടർ ബോഡീസ്. ക്വസ്റ്റ്യൻ നമ്പർ 9. മാച്ച് ദ ഫോളോയിങ് കോളം ആൻഡ് സെലക്ട് ദ ഓപ്ഷൻ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. Again, it's example question. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് വരിക. ഓൾവേസ് ലൈക്ക് യു വിൽ സീ ദിസ്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫൈലവും എക്സാമ്പിളും തന്നു. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ജനറൽ നെയിമും കോമൺ നെയിമും തന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് മാർക്ക് ചെയ്യുക. ജനറൽ നെയിം, കോമൺ നെയിം നമ്മൾ അറിഞ്ഞിരിക്കണം. ഫൈലം, എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം കേട്ടോ. അസ്കാരിസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ നോർമൽ റൗണ്ട് വേം. P2 ആണ് 3 ഓപ്ഷൻസിലുള്ളത്. ഉച്ച്രേറിയ ബ്രോങ്കോഫ്റ്റി എന്ന് പറയുന്നതാണ് ഫിലേറിയാസിസ് ഉണ്ടാക്കുന്ന ഫിലേറിയൽ വേം. Q4 ആണ്. So you get 2 options. Then see, ankylostoma is hookworm. R1 വരുന്നു. R1 വരുന്നത് third option C. And finally tapeworm is your flatworm. Question number 10. Match the following column and select the correct option. ഏറ്റവും കൂടുതൽ എക്സാമ്പിൾസ് വരുന്ന മൊളസ്കയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. എഗെയിൻ കോമൺ നെയിം ആൻഡ് സയൻറ്റിഫിക് നെയിം ക്വസ്റ്റ്യൻ ആണ്. മൊളസ്ക ഇതുവരെയും എക്സാമ്പിൾ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി യൂട്യൂബിൽ മിസ് മൊളസ്കയുടെ എക്സാമ്പിൾസ് പഠിക്കാനായിട്ട് കോമൺ ജനറൽ നെയിം വെച്ചിട്ട് നമ്മളൊരു ഡയഗ്രം ഒക്കെ യൂസ് ചെയ്ത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരു പിക്ടോറിയൽ ഒരു പടമൊക്കെ യൂസ് ചെയ്ത് വെച്ച് നമ്മൾ അടിപൊളിയായിട്ടൊരു കോഡ് ഉപയോഗിച്ച് അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിക്കോ. എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്.
പൈല എന്ന് പറയുന്നതാണ് ആപ്പിൾ, സ്നെയിൽ. സോ P3 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് ടു ഗോ ഫോർ എനിത്തിങ്. ഇനി അടുത്ത നോക്ക്, ഡെൻറ്റാലിയം എന്ന് പറയുന്നത് ടസ്സലാണ്, ക്ലീറ്റോഫ്ലൂറ എന്ന് പറയുന്നത് കൈറ്റൻ ആണ്, ആൻഡ് ഒക്ടോപസ് ഈസ് ഡബിൾ ഫിഷ്. ക്വസ്റ്റ്യൻ നമ്പർ 11. റേഡിയൽ സിമെട്രി ഈസ് ഒബ്സർവ്ഡ് ഇൻ. ഇവിടെ റേഡിയൽ സിമെട്രി ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? പെട്ടെന്ന് radial symmetry is observed in. Yes. നമുക്കറിയാം പ്ലാറ്റി ഹെൽമെന്റ്സിന് റേഡിയൽ സിമെട്രി ഉണ്ട്. പ്ലാറ്റി ഹെൽമെന്റ്സിന് ബൈലാറ്ററൽ സിമെട്രി ആണ്. സീലൻട്രേറ്റ്സിന് റേഡിയൽ സിമെട്രി ആണ്. ആസ്കെലമെൻറ്റസിന് ബൈലാറ്ററൽ സിമെട്രി ആണ്. അനലിഡ്സിന് ബൈലാറ്ററൽ സിമെട്രി ആണ്. എക്കിനോഡേംസിൻ്റെ അഡൽസിന് വി ക്യാൻ സേ ഇറ്റ് ഇസ് റേഡിയൽ സിമെട്രി. അപ്പോൾ ഇവിടെ വരുന്നതിൽ 2ഉം 4ഉം മാത്രമാണ്. ആൻസർ ഈസ് ഡി. ക്വസ്റ്റ്യൻ നമ്പർ 12. നമ്മുടെ ഇനിഷ്യൽ സെക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കറിയാം അവിടെയാണ് നമുക്ക് ഈ ഡയഗ്രാംസ് കൊടുത്തിട്ടുള്ളത് അല്ലെ, ജേം ലെയേഴ്സിൻ്റെ ഡയഗ്രാം, അതുപോലെ തന്നെ സീലോമിൻ്റെ ഡയഗ്രാം. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ആനിമലിൻ്റെ ബോഡിയുടെ ക്രോസ് സെക്ഷനാണ് തന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ പൊസസ് ദിസ് എബോ ക്രോസ് സെക്ഷൻ? ഈ ഒരു ക്രോസ് സെക്ഷൻ എക്സിബിറ്റ് ചെയ്യുന്നത് ആരാണ്? ഇവിടെ നോക്കട്ടെ. എക്ടോഡേം ഉണ്ട്, എൻഡോഡേം ഉണ്ട്, മീസോഡേം ഉണ്ട്. എന്നാൽ മീസോഡേമൽ സ്പ്ലിറ്റ് ഇല്ല. ദർ ഇസ് നോ സീലോം. ദിസ് ഇസ് എൻ അസിലോമേറ്റ് ഓർഗാനിസം വിച്ച് ഇസ് platyhelminthes. Answer is 1. Question number 13. The neural system consists of paired ganglion connected by lateral nerves. അപ്പോൾ ഞാനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വരയ്ക്കും. Paired ganglions, lateral nerves വെച്ച് കണക്ട് ചെയ്യുന്നു, which is double. 2 എണ്ണം ഉണ്ട്, സോളിഡ് ആണ്, അനലിഡ്സിലാണ്. അപ്പോൾ അനലിഡ്സിലായതുകൊണ്ട് തന്നെ നോൺ കോഡേറ്റ്സ് ആണ് മക്കളെ. നോൺ കോഡേറ്റ്സിൽ എവിടെയാണ് നെർവസ് സിസ്റ്റം ഉള്ളത്? നമുക്കറിയാം നമ്മൾ ഇന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ കോഡേറ്റ്സ് ആണ് നമുക്കുള്ളത് ഡോസൽ പാർട്ട് ഓഫ് ദ ബോഡിയിലാണ്. നമുക്ക് സിംഗിൾ ആണ് അല്ലേ, നമുക്കൊരു സിംഗിൾ സ്പൈനൽ കോഡാണ്, ഹോളോ ആണ്, അതിനകത്തൊരു ഊട്ടയുണ്ട്, നമ്മൾ മുരിങ്ങയ്ക്കൊക്കെ മുറിക്കുന്ന പോലെയാണ്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമുക്ക് ആർക്ക് വരിക? കോഡേറ്റ്, നോൺ കോഡേറ്റ്സിന് വരിക. ദാറ്റ് ഈസ് അത് വെൻട്രൽ പാർട്ട് ഓഫ് ദ ബോഡിയിലായിരിക്കും ഉണ്ടാവുക. വെൻട്രലി ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോളിഡ് ആണത്, ഡബിൾ 2 എണ്ണമാണ്. ലാറ്ററൽ സൈഡ്സ് ഓഫ് ദ ബോഡിയിലേക്കാണ് വരിക. നമ്മളാണെങ്കിലോ മീഡിയലാണ്, മധ്യത്തൂടെയാണ് പോകുന്നത്. Now question number 14. Which of the following does not have medusa stage? മെഡൂസ സ്റ്റേജ് ഇല്ലാത്ത നിഡേറിയൻ ഏത്? ഈസി ക്വസ്റ്റ്യൻ. മെഡൂസ സ്റ്റേജ് ഇല്ലാത്ത നിഡേറിയൻ ഏതാണ്? ജെല്ലിഫിഷ് ഉണ്ട് അല്ലേ, ഒബീലിയ, മെഡൂസയും പോളിപ്പും ഉണ്ട്. ഒറീലിയ ആണ് ജെല്ലിഫിഷ്. സോ ആൻസർ ഈസ് ഹൈഡ്ര വിച്ച് ഇസ് എ പോളിപ്പ്. ക്വസ്റ്റ്യൻ. ലോക്കോമോഷൻ ഇൻ സ്റ്റാർ ഫിഷ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. സ്റ്റാർ ഫിഷിന്റെ ലോക്കോമോഷൻ എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? പെട്ടെന്ന് പോരട്ടെ. ലോക്കോമോഷൻ ഇൻ സ്റ്റാർ ഫിഷ്. സ്റ്റാർഫിഷ് കംസ് അണ്ടർ എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റയ്ക്ക് അവരുടെ ലോക്കോമോഷൻ, ഫുഡ് ക്യാപ്ചറിങ് അല്ലെ, ഫുഡ് ഗ്യാതറിങ്, ലോക്കോമോഷൻ ഒക്കെ സഹായിക്കുന്നത് 2 feet വിച്ച് ഈസ് ഫോംഡ് ബൈ വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഇങ്ങനെയും കൊടുക്കാം, അല്ലെങ്കിൽ 2 feet എന്നും കൊടുക്കാം. ആൻസർ ഇസ് സി. ക്വസ്റ്റ്യൻ നമ്പർ 16. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ഹെമികോഡേറ്റ. ഹെമികോഡേറ്റയെ കുറിച്ചുള്ള കറക്റ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന്. യെസ്. ആദ്യം നമുക്ക് നോക്കാം. സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ആണ്, കറക്റ്റ് ആണ്. റെസ്പിറേഷൻ ഗിൽസ് ത്രൂ ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം
proboscis gland ആണ് ഹെമികോർഡേറ്റ്സിന് വരിക, which is correct അല്ലേ? അപ്പോൾ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് സെൽഫ്. സെക്കൻഡ് നോക്കിയേ, സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു, അത് തന്നെ തെറ്റാണ്. ഇവിടെ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ആണ്, റെസ്പിറേഷൻ ഗിൽസ് ആണ്, പക്ഷേ എക്സ്ക്രീഷൻ കിഡ്നി പറഞ്ഞു, തെറ്റാണ്. അടുത്ത സർക്കുലേഷൻ ഓപ്പൺ ആണ്, റെസ്പിറേഷൻ ലങ്സ് ആണെന്ന് പറഞ്ഞു, തെറ്റാണ്. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് സെൽഫ്. ക്വസ്റ്റ്യൻ നമ്പർ 17, ഓൾട്രേഷൻ ഓഫ് ജനറേഷൻ ഈസ് ഫൗണ്ട് ഇൻ മെറ്റാജെനസിസ് അല്ലെങ്കിൽ ഓൾട്രേഷൻ ഓഫ് ജനറേഷൻ ഏത് ഓർഗാനിസമാണ് എക്സിബിറ്റ് ചെയ്യുക? ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ. സൂമിങ് ഉണ്ടോടാ? ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റായില്ലേ? പെട്ടെന്ന് യെസ് മക്കളെ, ഒബീലിയ. നൗ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഫർ ദ സ്റ്റേറ്റ്മെന്റ് and how many of the above statements are correct for vertebrata? അപ്പോൾ നമ്മൾ നേരെ നോൺ കോർഡേറ്റ്സിൽ നിന്ന് കോർഡേറ്റ്സിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ how many of the above statements are correct for vertebrata? വെർട്ടിബ്രേറ്റയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ നോൺ കോർഡേറ്റ്സ് എല്ലാം സെറ്റാക്കി നേരെ ഇങ്ങോട്ട് വന്നു. യെസ്, പ്രസൻസ് ഓഫ് വെൻട്രൽ മസ്കുലർ ഹാർട്ട്. ഹാർട്ട് ഉള്ളത് വെൻട്രൽ പാർട്ട് ഓഫ് ദ ബോഡി. കിഡ്നിയാണ് എക്സ്ക്രീഷനെ സഹായിക്കുക. പെയർഡ് അപ്പൻഡേജസ് അവർക്ക് പ്രസന്റ് ആണ്. പ്രസൻസ് ഓഫ് ഫെറിഞ്ചിയൽ ഗിൽ സ്ലിറ്റ്സ്. ഏതെങ്കിലും ഒരു സ്റ്റേജ് ഓഫ് ലൈഫ് എംബ്രിയോണിക് സ്റ്റേജിലെങ്കിലും ഗിൽ സ്ലിറ്റ് ഉണ്ടാവും. ആൻഡ് ഡോസൽ ആയിട്ടുള്ള സിംഗിൾ ഹോളോ നെർവ് കോഡ്. ഇത് ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് വെർട്ടിബ്രേറ്റ. അപ്പോൾ ഇനിയും അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഫീച്ചേഴ്സ് ഓഫ് വെർട്ടിബ്രേറ്റ. Answer is all the 5 are correct. Question number 19. Choose the correct pathway for classifying Ascidia. അപ്പോൾ അസ്കിഡിയ എടുത്ത എക്സാമ്പിൾ ആണ് എന്ന് ആലോചിക്കുക. എന്നിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? So you classify the chordates. അല്ലേ, നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. You have the protochordates, you have the vertebrates. പ്രോട്ടോകോഡേറ്റ്സ് തന്നെ നമുക്ക് സെഫലോകോഡേറ്റ്സ് ഉണ്ട്, യൂറോകോഡേറ്റ്സ് ഉണ്ട്. ആൻഡ് വെർട്ടിബ്രേറ്റ്സിൽ നമുക്ക് എന്തുണ്ട്? അഗ്നാത്തയുണ്ട്, നാത്തോസ്റ്റോമയുണ്ട്. നാത്തോസ്റ്റോമയിൽ തന്നെ നമുക്ക് പിന്നെ ആരൊക്കെ ഉണ്ട്? പൈസസ് ഉണ്ട്, ടെട്രാപോഡ്സ് ഉണ്ട്. ടെട്രാപോഡ്സിൽ ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്. യെസ് മക്കളെ, ഇറ്റ്സ് എ കോഡേറ്റ് അണ്ടർ പ്രോട്ടോകോഡേറ്റ്. അതിൽ തന്നെ ടെയിലിൽ യൂറോകോഡേറ്റ്, ടെയിലിൽ ലാവൽ സ്റ്റേജിൽ മാത്രം നോട്ടോകോഡ് ഉള്ളവരാണ് നമ്മുടെ അസ്കിഡിയ, ഡൊളിയോളം, സാൽപ്പ വിച്ച് ഇസ് യൂറോകോഡേറ്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 20. കറക്റ്റ് പാത്വേ ഓഫ് ക്ലാസിഫൈയിങ് ബ്രാക്കിയോസ്റ്റോമ. ഇനി സിമ്പിളാണ്. ഇപ്പൊ ബ്രാക്കിയോസ്റ്റോമ വരുമ്പോഴോ യെസ് മക്കളെ, കോഡേറ്റിൽ തന്നെ പ്രോട്ടോകോഡേറ്റ് ആണ്. അതിൽ തന്നെ സെഫലോകോഡേറ്റ്, ഹെഡ് ടു ടെയിൽ നോട്ടോകോഡ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. അതാണ് ബ്രാക്കിയോസ്റ്റോമ എന്ന് പറയുന്നത്. നൗ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 21. Refer the statements and identify the true and false statement with represent to cyclostoma. വേഗം നോക്കിക്കോടാ. ട്രൂ ഓർ ഫോൾസ് ആണ് ചെക്ക് ചെയ്യുന്നത്. യെസ്, സൈക്ലോസ്റ്റോമയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. All members are ectoparasites on fishes. അവരുടെ സക്കിംഗ് മൗത്തിൻ്റെ സഹായത്തോടു കൂടി അവരൊരു എക്ടോപാരസൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അത് ട്രൂ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് പറഞ്ഞ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഞാനങ്ങ് വെട്ടി. ഹാവ് സക്കിംഗ് സർക്കുലർ മൗത്ത് വിത്ത് ജോ എന്ന് പറഞ്ഞു, വിച്ച് ഇസ് ഫോൾസ്. ദേ ഡു നോട്ട് ഹാവ് എനി ജോ, വിത്തൗട്ട് ജോ ആണ് വരിക. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് വരുന്നു. ബോഡി ഈസ് കവേർഡ് വിത്ത് സ്കെയിൽസ് ആൻഡ് പെയർഡ് ഫിൻസ്. ഫോൾസ് ആണ്. അവർക്ക് സ്കെയിൽസ് ഇല്ല, പെയർഡ് ഫിൻസ് ഇല്ല. സോ എഗെയിൻ ഫോൾസ്. കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഫോർത്ത് നോക്കാം. ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം കാർട്ടിലേജസ് ആണ്. കറക്റ്റ് ആണ് അല്ലേ മക്കളെ? അപ്പം നമുക്ക് ഫോർത്ത് ഓപ്ഷൻ ട്രൂ വരുന്നു. ആൻസർ ഷുഡ് ബി തേർഡ് വൺ. ആൻഡ് ഫൈനലി സർക്കുലേഷൻ ഈസ് ക്ലോസ്ഡ് ടൈപ്പ്, വിച്ച് ഇസ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം. നൗ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം എക്ടോപാരസൈറ്റ്സിൻ്റെ
അതർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റിനെ ആഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ പോയിന്റ് എപ്പോഴും നമ്മൾ എക്സാമിന് കാണുന്ന ഒരു പോയിന്റ് ആണ്. സോ സൈക്ലോസ്റ്റൊമാറ്റ അതിൽ തന്നെ നമുക്കറിയാം. അയ്യോടാ എക്സാം ആണ്. ഇറ്റ്സ് ഫൈൻ. ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോ, സെറ്റാവും. നോക്കിയടാ, എക്ടോ പാരസൈറ്റ്സ് ഓൺ ഫിഷസ് ട്രൂ ആണ്. അത് ഫോൾസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാനങ്ങ് വെട്ടി. അടുത്ത നോക്കാം. മൗത്ത് സർക്കുലർ വിത്തൗട്ട് ജോ ആൻഡ് സക്ഷൻ ചെയ്യുന്നതാണ്. ലാക്ക് ഓഫ് പെയർഡ് ഫിൻസ് ആൻഡ് സ്കെയിൽസ് ട്രൂ ആണ്. സോ സെക്കൻഡ് ഓപ്ഷൻ ട്രൂ, ഞാൻ കട്ട് ചെയ്തു. ഇനി തേർഡ് നോക്കാം. മൗത്ത് സർക്കുലർ വിത്തൗട്ട് ജോ ആൻഡ് സക്ഷനേറിയൽ, യെസ് വിത്തൗട്ട് ജോ ആണ്, ട്രൂ ആണ്. അപ്പോൾ ദാ ഇനി നമുക്ക് ഫോർത്ത് ഓപ്ഷൻ മാത്രമേ വരത്തുള്ളൂ, വേറൊന്നും വരാനില്ല. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം കട്ട്ലേജിയസ് ട്രൂ ആണ്. മൈഗ്രേറ്റ് ഫ്രം സീ ടു ഫ്രഷ് വാട്ടർ, ഇവിടെ ശ്രദ്ധിക്കുക, ഫോർ സ്പോണിങ്. സീ ടു ഫ്രഷ് വാട്ടർ ആണ് മുട്ടയിടാൻ പോകുന്നത്. അവിടെ വെച്ച് മരിക്കും അഡൽട്ട്. എന്നിട്ട് ലാർവ മാത്രമാണ് മെറ്റാമോർഫോസിസ് നടന്ന് കടലിലേക്ക് എത്തുക. അമ്മയും അച്ഛനും അവിടെ വെച്ച് മരിച്ചു പോവുക ചെയ്യുക. ആൻഡ് ദ അഡൽട്ട് വിത്ത് ലാർവേ റിട്ടേൺ ടു സീ, തെറ്റാണ്. അഡൽട്ട് അവിടെ മരിച്ചു പോവും, ലാവെ മാത്രം തിരിച്ചു വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ദിസ് ഈസ് അഗെയിൻ എ ഫ്രീക്വൻ്റ്ലി ആ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മൈഗ്രേഷൻ ഫ്രഷ് വാട്ടർ ടു സീ എന്നൊക്കെ തെറ്റിച്ച് തരും. സീ ടു ഫ്രഷ് വാട്ടർ ആണ് അവർ പോവുക. അവിടെ ചെന്ന് പാരൻസ് മരിക്കുന്നു, കുട്ടി മാത്രം തിരിച്ചെത്തുന്നു. നൗ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻ 23. ഓക്കെ, യെസ്, പെട്രോമൈസൺ, മിക്സിൻ, ഇതെല്ലാം ഈ ഗ്രൂപ്പിൽ വരുന്നതാണ് ചിത്ര. Next question. Identify the group of organisms which lack jaw, scales and paired fins. Jaw illa, scales illa, paired fins illa. Example ആണ് ചോദിച്ചത്, പെട്രോമൈസൺ and മിക്സിൻ. Now next question. റേഞ്ച് ഇഷ്യൂ ഉണ്ട്, അയ്യോ പണിയാണല്ലോടാ. Match the column and choose the correct option. മക്കളെ, again cartilaginous fishesന്റെ example with their കോഡ് again യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മിസ് ഒന്നും കൂടെ സെറ്റാക്കും. സെൻറ്റർ കുറച്ച് ദൂരമാണ്. അയ്യോ 920 ഒക്കെ ആവൂടാ, അസത്യമാണ്. 920 ഒക്കെ അടുപ്പിച്ചാവും. നമുക്കിന്ന് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. യെസ്, നോക്കാടാ. അപ്പോൾ ദാ എക്സാമ്പിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ശ്രദ്ധിച്ചേടാ. ആദ്യം തന്നെ ഞാൻ ട്രൈഗൺ സ്ട്രിംഗ് റേ. അപ്പോൾ A4 വരുന്നു. A4 വരുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? ഇത് A1, A2, A3, A4, ഫോർത്ത് ഓപ്ഷൻ. ഇനി ഞാൻ ചെക്ക് ചെയ്യാം. സ്കോയിലോഡൺ വിച്ച് ഇസ് യുവർ ഡോഗ് ഫിഷ്, പ്രസ്റ്റസ് ഈസ് യുവർ സോഫ്റ്റ് ഫിഷ്, കാർക്രോഡൺ ഈസ് യുവർ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ഇത് പഠിക്കാൻ വേണ്ടിയുള്ള കോഡും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ടു SPCT ഇലക്ട്രിക് ഡോഗ് സോ ഗ്രേറ്റ് സീൻ. അപ്പോൾ ഇത് ക്ലാസ്സിലില്ലായിരുന്നവർക്ക് വേണ്ടി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാം. ഇങ്ങനെ എക്സാമ്പിൾസ് ഫുള്ള് പഠിക്കാൻ, വലിയ ടഫായിട്ടുള്ള എക്സാമ്പിൾസ് പഠിക്കാനുള്ള കോഡൊക്കെ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ട് കാണണം കേട്ടോ. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ക്ലാസ് മാമേലിയ. വേഗായിക്കോട്ടെ. Only 5 more questions from this chapter. പട്ടാന്ന് തീർക്കാം. Skin is unique possessing hair. Hair is skin. External ear or pinna is present. All members are viviparous. അല്ല മക്കളെ, all. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. നീറ്റ് എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് മിസ് പറയുന്നത്. വെൻ യു സീ എക്സ്ട്രീം വേർഡ്സ്, ഒള്ളി, ഓൾ എന്നൊക്കെ പറയുമ്പോൾ എക്സ്ട്രീം വേർഡ്സ് ആണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇൻക്ലൂഡ് ചെയ്യുന്നു അല്ലേ? അങ്ങനെ വരുന്ന വേർഡ്സ് വരുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. മോസ്റ്റ്ലി ഇറ്റ് ക്യാൻ ഗോ റോങ്. കാരണം എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യണമെന്നൊരു ഗ്രൂപ്പിൽ ഇല്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓൾ, ഒള്ളി എന്ന് പറയുന്ന എക്സ്ട്രീം വേർഡ്സ് വരുന്ന സെൻറ്റൻസിനെ ഒന്ന് ശ്രദ്ധിക്കുക. ആ വേർഡ്സ് അവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഓൾ മെമ്പേഴ്സ് ആർ വിവിപാരസ് വരുമ്പോൾ നമുക്കറിയാം ദർ ഇസ് ഒവിപാരസ്, platypus, and the presence of mammary gland is a unique feature. Correct. Question number 26. Match the column and choose the correct option. Again, വേർഡ്സ് പഠിക്കാനുള്ള കോഡ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അവരുടെ ജനറൽ ആൻഡ്
സ്പെഷ്യൽ ഫീച്ചേഴ്സ്, സോറി ജനറൽ ആൻഡ് കോമൺ നെയിം, ജനറൽ ആൻഡ് സയൻറ്റിഫിക് നെയിം പഠിക്കാനുള്ള കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പണ്ടിട്ടതാണ് ഇർഫാൻ, ഇപ്പോൾ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഇടാം കേട്ടോ. ആനിമൽ കിങ്ഡത്തിൻ്റെ എക്സാമ്പിൾസ് പഠിക്കാനുള്ള കോഡ് മിസ് ഒരു വീഡിയോ ആയിട്ട് ഇടാം അങ്ങനെയാണെങ്കിൽ. നേരത്തെ ഇട്ടിട്ടുണ്ട്, ഓരോ ഫൈലും പഠിക്കാൻ വേണ്ടിയുള്ള എക്സാമ്പിൾസ് ഇട്ടിട്ടുണ്ട്. നോക്കിയടാ, കോർവസ് ക്രോ 1D ആണ് വരിക. 1D വരുന്ന ഓപ്ഷൻസ് 2 കൊളുംബ പിജൻ 2C ആണ് വരിക. സോ ആൻസർ ഷുഡ് ബി തേർഡ് ഓപ്ഷൻ. Then Sitakula is parrot and Shrutiyo is ostrich. Question number 27. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡയഗ്രാം ഒക്കെ തന്നിട്ടുണ്ട്. ഇയാളെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് ആണ് നോക്കുക. ബോണി ഫിഷസ്, കാർട്ടിലേജിയസ് ഫിഷസിൻ്റെ ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാർട്ടിലേജിയസ് ഫിഷസിൻ്റെയും ബോണി ഫിഷസിൻ്റെയും എന്താണ് മെയിനായിട്ട് ചോദിക്കുന്നത്, അവരുടെ ഡിഫറൻസും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സും ആണ്. യെസ്, ശ്രുതിയോ ഓസ്ട്രിച്ച്, തല തിരിച്ചാ വരുന്നല്ലേ. ശ്രീഹരി കോഡില്ലാതെ തന്നെ പഠിക്കാൻ പറഞ്ഞു. അത് നല്ലതാടാ, മെമ്മറി ഒത്തിരി ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക്. എസ് മകളെ, നമ്മൾ കാണുന്നത് സോ ഫിഷ് അല്ലെങ്കിൽ പ്രിസ്റ്റസ് ആണ്. ഇറ്റ് ഈസ് എ കാർട്ടിലേജിയസ് ഫിഷ്. ശ്രദ്ധിച്ചു നോക്കാം. മൗത്ത് ആൻറ്റീരിയർലി ലൊക്കേറ്റഡ്. കാർട്ടിലേജിയസ് ഫിഷസ് വരയ്ക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഷാർക്കിനെയൊക്കെ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ദെയർ മൗത്ത് ഈസ് ആൻറ്റീരിയർലി ലൊക്കേറ്റഡ്, നോട്ട് ഓൺ ദ ടിപ്പ്. ആൻറ്റീരിയർലി ലൊക്കേറ്റഡ് ആണോ? യെസ്. ദെൻ സ്കിൻ ഹാസ് ടഫ് മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ്. അവർക്ക് പ്ലക്കോയിഡ് സ്കെയിൽസ് സ്കിന്നിലായിട്ടുണ്ട് അല്ലേ, മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ് ഉണ്ട്. ടീത്ത് ആർ മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിൽസ്. ബാക്ക്വേർഡ്ലി പ്രൊജക്റ്റ് ചെയ്യുന്ന പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ് ടീത്ത് ആയിട്ട് വരിക. പെക്ടറൽ ഫിൻ ഓഫ് മെയിൽ ബിയർ ക്ലാസ്പ്. തെറ്റാണ്. നമുക്കറിയാം പെക്ടറൽ ഫിൻ എന്ന് പറയുന്നതിലല്ല, പെൽവിക് ഫിന്നിലാണ്, ദ പെൽവിസ് ഇടുപ്പിൻ്റെ രീതിയിലാണ് നമുക്ക് എന്ത് വരിക, ക്ലാസ്പർ ഉണ്ടാവുക. ഇൻ മെയിൽസ് ദേ ഷോ എക്സ്റ്റേണൽ അല്ല, ദേ ഷോ ഇന്റേണൽ. കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ടെങ്കിൽ ദേ ഹാവ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡയറക്റ്റ് ഡെവലപ്മെന്റ്. ദേ ഗിവ് ബർത്ത് ടു യങ് വൺസ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം 2 സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണ്. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. Question number 28. Which one of the following categories of animal is correctly described with no single exception in it? ഇത് നമുക്ക് സ്ഥിരം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. 2016 നീറ്റിന് നമുക്ക് വന്നതും ഇതുപോലത്തെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്, വിത്ത് നോ എക്സെപ്ഷൻ. ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യാൻ മതി. നമ്മുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് അതിൻ്റെ ഓറിയൻറ്റേഷൻ ഉണ്ട് 7:30. ആരും മിസ്സാക്കരുത്. നമുക്ക് എങ്ങനെ സുവോളജി 180 വാങ്ങാം, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് വിത്ത് ദ ബേസിക് ക്ലാസ്സസ്. 27th ആവുമ്പോഴേക്കും നമ്മളുടെ ഫൈനൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സോ ആദ്ര ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ. ഇന്ന് എന്തായാലും മിസ് ചെയ്യാതെ 7:30ക്കുള്ള ഹൗ ടു സ്കോർ ഫുൾ മാർക്സ് ഓൺ സുവോളജി ആരും മിസ്സാക്കരുത് കേട്ടോ. എല്ലാവരും അറ്റൻഡ് ചെയ്യുക. സോ സി, ഓൾ സ്പോഞ്ചസ് ആർ മറൈൻ ആൻഡ് ഹാസ് കോളേർഡ് സെൽസ്. ഓൾ സ്പോഞ്ചസ് ആർ നോട്ട് മറൈൻ. ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ഉണ്ട്, സ്പോഞ്ച് ഇല്ല. അപ്പോൾ നമുക്ക് ഓൾ എന്ന് വന്നു, അപ്പോഴേ ഞാൻ പറഞ്ഞു പണിയാണ്. ഇത് തെറ്റാണ്. എക്സെപ്ഷൻ ഇല്ലാത്തതാണ് നോക്കാനുള്ളത്. All mammals are viviparous. Again you have oviparous mammals. അടുത്തത്, all reptiles possess scales, have 3-chambered heart. No, 3-chambered heart ഇല്ലാത്ത ഒരാളുണ്ട്. Crocodile have 4-chambered heart. All bony fishes have 4 pairs of gills. Yes, bony fishesന്റെ പ്രത്യേകത എന്താണ്ടാ, 4 pairs of gills ഉണ്ട്. അത് ഒപ്പർക്കുലം വെച്ച് കവർ ചെയ്യും, which is a characteristic. So answer is 4th option. എടാ, നിങ്ങൾ ഇത്രയും പേര് ചടപടാന്ന് രാവിലെ 7 മണിക്ക് എണീച്ച് എൻ്റെ കൂടെ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ എനർജറ്റിക് ആവില്ലേ? സോ യു ആർ ദ മെയിൻ റീസൺ ഫോർ ഇറ്റ്. നിങ്ങളാണ് ശരിക്കും റീസൺ. ബിക്കോസ് ഓഫ് കോഴ്സ് നമുക്ക് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിന് എനർജി തോന്നണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇതുപോലെ റെസ്പോണ്ട് ചെയ്യണം.
ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ആദ്യം ഇറ്റ് ഈസ് ഫോർ ദിസ് 45 days അപ് ടു നീറ്റ് 2025. നമ്മൾ നീറ്റ് 2025 ക്രാക്ക് ചെയ്യാനായിട്ട് വേണ്ടിയാണ് നമ്മൾ ക്രാഷിന് വേണ്ടി പഠിക്കുക. സോ അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് റിവിഷൻ ക്ലാസ്സസ്. ക്രാഷ് ക്ലാസ്സസ് എന്ന് പറയുന്ന റിവിഷൻ ക്ലാസ്സസ് ആണ്. അത് പ്രോപ്പറായി ഫോളോ ചെയ്ത് നമുക്ക് 2025 ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാം. എന്നിട്ട് 2026 കുറിച്ച് ആലോചിച്ചാലോ അല്ലേ? നമ്മൾ നേരത്തെ തന്നെ ഇത് വേണ്ട മറ്റേതേ പറ്റൂന്ന് വിചാരിച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ പറ്റുള്ളൂ. ലെറ്റ്സ് ടാർഗറ്റ് ഓൺ 2025. നടന്നില്ലെങ്കിൽ 26 നോക്കും, അത്രയേ ഉള്ളൂ. യെസ് മക്കളെ, ഈ ഡയഗ്രം നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കോർഡിനേറ്റ്സിന്റെ ഡയഗ്രം. ആൻഡ് ലെറ്റ്സ് സീ, നമുക്ക് സി തന്നിരിക്കുന്നത്. യെസ് ഗൈസ്, നമുക്ക് നോക്കാം എ ബി സി ഡി എന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ എ എന്ന് പറയുന്ന പോസ്റ്റ് ചേനൽ ടെയിൻ ആണ്. സോ ദീസ് 2 ഓപ്ഷൻസ് ഗോസ് റോങ് അല്ലേ? ഇനി നോക്കിയേടാ, നമുക്ക് തന്നിരിക്കുന്ന ബി എന്ന് പറയുന്നത് സെക്കൻഡ്. ആദ്യം നമ്മൾ കാണാൻ നെർവ് കോഡാണ്. നെർവ് കോഡിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ നോട്ടോ കോഡ് കാണാം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, സി എന്ന് പറയുന്നത് നെർവ് കോഡും ബി എന്ന് പറയുന്നത് നോട്ടോ കോഡുമാണ്. ആൻഡ് യു ഹാവ് ഗിൽ സ്ലിറ്റ്സ് വിച്ച് ഇസ് ഡി. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. ആൻഡ് ഗോയിങ് ടു ദ last question. Again a diagram question from our first chapter. S. The figure shows 4 animals A, B, C, D. Select the correct answer with respect to the common characteristics of 2 of these animals. അപ്പോൾ നിങ്ങൾക്കറിയാം, വരച്ചൊന്നും പഠിക്കാനുള്ളത് ആയിട്ട് നമുക്ക് 2 എണ്ണേ ഉള്ളൂ. നമ്മുടെ ആകെ നമുക്ക് സീലോമേറ്റ്, അസിലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ് അതിനാണ് നമുക്ക് വരച്ചിട്ട് അതിൽ പാർട്സ് ലേബൽ ചെയ്യാനുള്ളത്. ബാക്കി കുറേ ഡയഗ്രാംസ് നമുക്ക് NCERT കൊടുത്തിട്ടുണ്ട്. ഈ ആനിമൽസ് അറ്റത്ത് മൂല കിടക്കുക ആരാണെന്ന് അറിയണം, അല്ലെങ്കിൽ പണി കിട്ടും. ആദ്യം കൊടുത്തിരിക്കുന്നത് നമ്മളെ ഫ്ലാറ്റ് വേം ആണ്, പ്ലാറ്റി ഹെൽമെൻറ്റസ് ആണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഒറീലിയ ജെല്ലി ഫിഷ് വിച്ച് ഇസ് നിഡേറിയൻ മെഡൂസ. തേർഡ് കൊടുത്തിരിക്കുന്ന ഒക്ടോപ്പസ് മൊളസ്ക ആണ്. ആൻഡ് ഫോർത്ത് കൊടുത്തിരിക്കുന്നത് ആർത്രോപോഡയിൽ വരുന്ന സ്കോർപ്പിയൻസ് ആണ്. ഇനി നോക്കാം, സി ആൻഡ് ഡി ആർ ട്രൂ സിലോമേറ്റ്. സിയും ഡിയും ട്രൂ സിലോമേറ്റ് ആണ്, കറക്റ്റ് ആൻസർ ആണ്. എയും ഡിയും റെസ്പയർ ത്രൂ ബോഡി വോൾ തെറ്റാണ്. ബോഡി വോൾ ത്രൂ റെസ്പയർ ചെയ്യുന്നില്ല, ഡിഫ്യൂഷൻ ആണ് റെസ്പിറേഷൻ ഉപയോഗിക്കുക. ബിയും സിയും, ബി മെഡൂസ ദ സി ഷോ റേഡിയൽ സിമെട്രി അല്ല, സിക്ക് റേഡിയൽ സിമെട്രി അല്ല, മൊളസ്ക ഹാവ് ബയലാറ്ററൽ സിമെട്രി. എ ആൻഡ് ബി ഹാവ് നിഡോബ്ലാസ്റ്റ് ഫോർ സെൽഫ് ഡിഫെൻസ്. നോ, നിഡോബ്ലാസ്റ്റ് ആകെയുള്ളത് ബിക്ക് മാത്രമാണ്, എക്ക് ഡിഫെൻസിന് വേണ്ടി നിഡോബ്ലാസ്റ്റ് ഇല്ല. സോ ആൻസർ ഈസ് യെസ്, ഫസ്റ്റ് ഓപ്ഷൻ. നൗ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ചാപ്റ്റർ, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ഓർഗാനിസം. ബിഫോർ ദാറ്റ് എല്ലാവരും ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ നിങ്ങളുടെ ഫസ്റ്റ് 30ക്കുള്ള മാർക്ക് എത്രയാണെന്ന്. സോ ഔട്ട് ഓഫ് 120 വാട്ട് ഈസ് യുവർ സ്കോർ? ഔട്ട് ഓഫ് 120 നിങ്ങളുടെ സ്കോർ ഇടുക. പെട്ടെന്ന് മക്കളെ, നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒരു ലൈക്ക് അടിച്ചേടാ. നമ്മുടെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് സെറ്റ്. പൊട്ടാന്നൊരു ലൈക്ക് അടിച്ചേ. നിങ്ങളുടെ സ്കോർ ഇടുക. 110 on 120. വെരി ഗുഡ് ആദിത്. വേഗം നിങ്ങളുടെ സ്കോർ ഒന്ന് നോക്കിയിട്ടേ. 100. അഷ്ന, ഗുഡ്. വി വിൽ കീപ്പ് ഓൺ ഇംപ്രൂവിങ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ പോയിന്റ്സ് പഠിക്കുക, അല്ലെങ്കിൽ സില്ലി മിസ്റ്റേക്സിനെ കറക്റ്റ് ചെയ്യാൻ പഠിക്കുക, കുഞ്ഞു ട്രിക്കുകൾ പഠിക്കുക. ഇന്ന് നമ്മൾ പഠിച്ച ഫസ്റ്റ് ഒരു ട്രിക്കാണ് എക്സ്ട്രീം വേർഡ് ട്രിക്ക് അല്ലേ? യെസ്, 110. ഹിസാന, ആനി 105, മാളിക 105 ഇസ് നല്ല സ്കോറാണ് മക്കളെ. ഔട്ട് ഓഫ് 110 ഞാൻ 20 ഇതുവരെ കണ്ട എല്ലാത്തിലും 100 കടന്നേക്കുന്നു. സോ സെഞ്ചുറി അടിച്ച എല്ലാവരും ഓരോ ലൈക്കും അടിച്ചിട്ട് ലെറ്റ്സ് മൂവ് ടു സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ഓർഗാനിസം. യെസ്, കോക്രോച്ച് ആൻഡ് ഫ്രോഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. സോ ലെറ്റ്സ് മൂവ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു ചിത്ര. യെസ് ശ്രീഹരി 100. ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് സെറ്റ് പോവാം. ഇവിടെ നമുക്ക് കുറച്ചുകൂടി ചാലഞ്ചിങ് സ്പീഡിൽ പോകണം. ബിക്കോസ് വി ഹാവ് 55 ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. 55 ക്വസ്റ്റ്യൻസ് വരാൻ കാരണം തന്നെ നമുക്ക് കോക്രോച്ച് ഫ്രോഗിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടപെടാന്ന് ചെയ്തു തുടങ്ങാം. Categorization of secretory glands can be done on the basis of. Yes, you classify the secretory glands into unicellular, multicellular based on the number of cells,
Also into exocrine, endocrine based on the mode of pouring. അല്ലെ, endocrine without a duct and exocrine with a duct. So answer is first option based on the mode of pouring of their secretion. Question number 2. Which one of the following option is associated with epithelium? ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്താൽ ഉറപ്പായി മാർക്ക് കിട്ടുന്നത് കോക്രോച്ചും ഫ്രോഗാണ്. കാരണം ഈ രണ്ട് ഏരിയയിലും ഫാക്ച്വൽ ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ അല്ലേ. എന്നാൽ നമുക്ക് ചിലപ്പോൾ ഈ എപ്പിത്തീലിയത്തിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി വരിക. എങ്കിലും നമുക്ക് ഈ എക്സാമ്പിൾസ് ട്വിസ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ കോക്രോച്ച് ആൻഡ് ഫ്രോഗ് ഈസ് കമ്പാരിറ്റീവ്ലി ഈസി. നമ്മൾ യൂട്യൂബിൽ മിസ് ഫ്രോഗും കോക്രോച്ചും വിത്തിൻ 10 minutes ഫുൾ ടോപ്പിക്കിനെ കവർ ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അതിലെല്ലാ പോയിൻറ്റും എങ്ങനെ ടച്ച് ചെയ്ത് എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും എന്താണെന്നുള്ളത് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് NCERT വായിച്ച് പോവാം. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. കാരണം കുറേ പേർക്ക് ടഫായിട്ടുള്ള ടോപ്പിക്കാണ്. Which one of the following is associated with epithelium? Cells are compactly packed. അടുത്തടുത്ത് പാക്ക് ചെയ്യാണ് with very little intercellular space. Answer is first option. Cells are loosely packed വരുന്നത് കണക്റ്റീവ് ടിഷ്യൂലാണ്. ഹൈലി വാസ്കുലറൈസ്ഡേ അല്ല. They have no blood vessels. ശ്രദ്ധിക്കണം, അതിലേക്ക് ബ്ലഡ് വെസൽസ് വരില്ല. കണക്റ്റീവ് ടിഷ്യൂ എന്നാണ് അവർ ന്യൂട്രീഷൻ എടുക്കുക. ആൻഡ് ദേ ആർ സപ്പോർട്ടിംഗ് ടിഷ്യൂ. സപ്പോർട്ടിംഗ് ടിഷ്യൂ നമുക്ക് വരുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. സോ ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. മാച്ച് ദ ഫോളോയിങ് കോളം. Yet another important mode of question ആണ് ഈ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, എക്സാമ്പിൾസ്. നമുക്ക് എപ്പോഴും ചോദിക്കുന്നത് ഇതാണ്, എക്സാമ്പിൾസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എപ്പിത്തീലിയത്തിൻ്റെ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. സോ ഗ്രേറ്റ് ടു ഹിയർ ദാറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ ക്രിയേറ്റിവിറ്റി മീറ്റ്സ് ഇന്നോവേഷൻ. ബാക്കി എല്ലാവർക്കും നിങ്ങൾക്ക് വീഡിയോസ് ഓരോ കണ്ടൻറ് വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ താഴെ മിസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള നെക്സ്റ്റ് കണ്ടൻറ് ഏതാണെന്ന് നിങ്ങൾക്ക് അവിടെ ചാറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രോഗ് ഇട്ടപ്പോൾ കോക്രോച്ച് ചോദിച്ചു, ഉടനെ ഫ്രോഗ് കഴിഞ്ഞ് കോക്രോച്ച് ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ചോദിക്കുക. അത് തന്നെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. ഓക്കേടാ, നമുക്ക് സ്ക്വാമസ് എപ്പിത്തീലിയം നമുക്ക് കാണുന്നത് ഓൺ ദ ലെങ്സ് ആൽവിയോളി ഓഫ് ലെങ്സ് A2 വരുന്നു. A2 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഇൻ ദ നെഫ്രോൺ, PCT, DCT. സോ ഇൻ ദ കിഡ്നി. കൊളുമുലർ എപ്പിത്തീലിയം സ്റ്റൊമക്കിലാണുള്ളത് വിത്ത് മൈക്രോവില്ലെ. ദേ ഫോം ബ്രഷ് ബോർഡഡ് എപ്പിത്തീലിയം. ആൻഡ് സീലിയേറ്റഡ് എപ്പിത്തീലിയം ഈസ് ഇൻ ദ ബ്രോങ്കിയോൾ ടു മൂവ് ദ മ്യൂക്കസ്. ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് കോമ്പൗണ്ട് എപ്പിത്തീലിയം? നിങ്ങളെ കൂട്ടുകാരൊക്കെ എണീച്ചു വരുന്ന സമയമായിരിക്കും. ഓടിച്ചിട്ട് വിളിച്ച് പറയടാ, നമ്മുടെ ക്ലാസ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കിടന്നുറങ്ങാതെ എണീറ്റ് വരാൻ. ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കുമല്ലേ എല്ലാവർക്കും ഒരു ചെറിയ മന്ദത. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് കോമ്പൗണ്ട് എപ്പിത്തീലിയം? Yes. Provides protection against മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ സ്ട്രെസ്. അതാണ് അവരുടെ മേജർ ഫങ്ഷൻ. നമുക്കറിയാം ട്രാൻസ്ഫർ ഓഫ് അയോൺസ് സഹായിക്കില്ല. സെക്രീഷൻ അബ്സോർപ്ഷന് സിമ്പിൾ ക്യൂബോയിഡൽ കോളമിനർ എപ്പിത്തീലിയമാണ്. മൂസ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സീലിയേറ്റഡ് എപ്പിത്തീലിയമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഗോബ്ലെറ്റ് സെൽസ് ഓഫ് എലിമെന്ററി കനാൽ ആർ മോഡിഫൈഡ് ഫ്രം. നമ്മളെ ഗോബ്ലെറ്റ് സെൽസ് ഏത് സെല്ലിൻ്റെ മോഡിഫിക്കേഷൻ ആണ്? സോ ദിസ് ഇസ് ഹൗ യുവർ ഗോബ്ലെറ്റ് സെൽ ലുക്ക് ലൈക്ക്. Yes, it is a modification of columnar epithelial cell. Answer is first option, the columnar cells ആണ്. Question number 6. The tissue which cover the external surface of animal body and the internal surface of visceral organ is. External internal surface നെ cover ചെയ്യുന്ന ടിഷ്യൂ ഏതാണ്? Yes, again the answer goes with
എപ്പിത്തീലിയൽ ടിഷ്യൂ വിച്ച് ഇസ് എ കവറിങ് ടിഷ്യൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ്റ്റേണൽ സ്ട്രക്ചറിനെ കവർ ചെയ്യുന്നുണ്ട്, ഇന്റേണൽ ലൈനിങ്ങിനെ കവർ ചെയ്യുന്നുണ്ട്, ഓർഗൻസിനെ കവർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ അവരുടെ ഒറിജിൻ ചോദിക്കുമ്പോൾ 3 ജാം ലെയേഴ്സ് നിന്ന് അവർ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്: എക്ടോഡം, എൻഡോഡം, മീസോഡം. ദിസ് ഇസ് ഓൾസോ എ വെരി കോമൺലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൂടെ ആലോചിക്കുക. എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഒറിജിൻ എക്ടോ, എൻഡോ ആൻഡ് മീസോ. Question number 7. Consider the following statements. And which of the following statements are associated with simple epithelial tissue? അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കാനുള്ളത്. സോ ഇഫ് യു സി എ സ്റ്റേറ്റ്മെന്റ് ലൈക്ക് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്, എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ച് തുടങ്ങരുത്, നേരെ താഴെ പോവുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സിമ്പിൾ എപ്പിത്തീലിയം. ഇനി ക്വസ്റ്റ്യൻസിന്റെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നൊക്കെ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റില്ല. അതിനിടയ്ക്ക് നമ്മൾ ഫുൾ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് പിന്നെ അത് വായിക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, സോ നമ്മൾ രണ്ടാമത്തെ ട്രിക്ക് പഠിച്ചു. ഗോ ഡയറക്ട്ലി ഫ്രം ഹിയർ ടു ഹിയർ. ഇതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് വരുന്ന ട്രിക്കുകളാണ്. ഇതൊക്കെ നിങ്ങളെ എക്സാമിന് കുറച്ചുകൂടെ സ്പീഡായിട്ടും കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. Yes, Magle. It forms the lining of cavity of alveoli of lungs, a simple squamous epithelium. Correct ആണ്. It forms the lining of wet surface of buccal cavity and esophagus. ഇല്ല, അത് കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ്, സിമ്പിൾ എപ്പിത്തീലിയം അല്ല. It occurs in the duct of sweat glands. Yes, sweat glands in the duct cuboidal epithelium form ചെയ്യും. It forms the lining of salivary gland and sweat gland. ഇത് ലൈനിങ് ഓഫ് സലേവറി സ്വെറ്റ് ഗ്ലാൻഡ് ഫോം ചെയ്യുന്നുണ്ടോടാ മക്കളെ? സിമ്പിൾ എപ്പിത്തീലിയം. യെസ്, വി ക്യാൻ സേ സോറി, ഇറ്റ് ഒക്കേഴ്സ് ഓൺ ദ ഡക്സ് ഓഫ് സ്വെറ്റ് ഗ്ലാൻഡ് വരില്ല. ഡക്സ് ഓഫ് സ്വെറ്റ് ഗ്ലാൻഡ് അഗെയിൻ കോമ്പൗണ്ട് എപ്പിത്തീലിയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഫോംസ് ദ ലൈനിങ് ഓഫ് സലേവറി ആൻഡ് സ്വെറ്റ് ഗ്ലാൻഡ് വിച്ച് ഇസ് കറക്റ്റ്, കാരണം ദേ ആർ അഗെയിൻ സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇറ്റ് ഈസ് എ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, കാരണം അവർ സെക്രീഷനെ സഹായിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണോ? അല്ല, ഇറ്റ്സ് നോട്ട് എ കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ നമുക്ക് പറയാം 1ഉം 4ഉം കറക്റ്റ് ആണ്. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. Question number 8. The cell junction called tight, adhering and gap junctions are found in which epithelium? Cell junctions എവിടെയാണ് കാണുന്നത്? Again direct question. Cell junction is most frequently asked question. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പോവുക സെൽ ജംഗ്ഷൻ്റെ ഫംഗ്ഷനിലേക്കാണ്. സെൽ ജംഗ്ഷൻസ് നമ്മൾ ടിപ്പിക്കലി ക്വസ്റ്റ്യൻ ഏരിയ എന്ന് പറയാവുന്ന ഒരു സാധനമാണിത്. യെസ്, ദേ ആർ ഫൗണ്ട് ഇൻ എപ്പിത്തീലിയൽ ടിഷ്യൂ. മാച്ച് ദ ഫോളോയിങ് സെൽ സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. യോ ഇസാക്കേ, റിസൾട്ട് വന്നോ? ഇസാക്കെ നമുക്ക് എഴുതിയെടുക്കാടാ, ടെൻഷൻ ആവണ്ട കേട്ടോ. യെസ് യെസ്, അപ്പോൾ ഡിഫറെൻറ്റ് സെൽ ജംഗ്ഷൻസ് അവരുടെ ഫംഗ്ഷൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. സെൽ ജംഗ്ഷൻസ് നമുക്ക് ടിപ്പിക്കലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ ഹൗ ടു അപ്രോച്ച് ഇറ്റ്? അഗെയിൻ ഗോ ഫ്രം ഡെഫിനിഷൻ ടു ദി കോളം 1. ഒരിക്കലും കോളം 1 നിന്ന് 2ലേക്ക് പോവാതെ 2ൽ നിന്ന് കോളം 1ലേക്ക് വന്നാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. സിമെൻറ്റിങ് നൈബറിങ് സെൽസ് ടുഗദർ ടു ഫോം എ ഷീറ്റ് ഈസ് യുവർ അഡ്ഹറിങ് ജംഗ്ഷൻ. അപ്പോൾ B1 വരുന്ന ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. ഡയറക്ട്ലി 4 ആണ്. ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ ത്രൂ കെമിക്കൽസ് ടു അനദർ സെൽ ഇസ് സിനാപ്റ്റിക് ജംഗ്ഷൻ. എസ്റ്റാബ്ലിഷ് ബാരിയർ ടു പ്രിവെൻറ്റ് ലീക്കേജ് എന്ന് പറയുന്നത് ടൈറ്റ് ജംഗ്ഷൻ ആണ്. സൈറ്റോപ്ലാസ്മിക് ചാനൽസ് ടു ഫെസിലിറ്റേറ്റ് മൂവ്മെൻറ്റ് ഈസ് gap junction. Answer is fourth option. Question number 10. Cuboidal epithelium with brush border microvilli is found in. Cuboidal epithelial cells with brush border microvilli is found in. Typical example ആണ്. ആരും തെറ്റിക്കത്തില്ല, വേഗം പറഞ്ഞോ. S is present on the proximal convoluted tubule of nephron. Answer is second option. Question: which of the following type of epithelium is present in
ബ്രോങ്കിയോൾസ് ആൻഡ് ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ ട്യൂബിലും ബ്രോങ്കിയോൾസിലും ഉള്ളത് ഏതാണ്? വേഗം. ഫലോപ്പിയൻ ട്യൂബിലും ബ്രോങ്കിയോൾസിലും ഉള്ളത് ഏത് എപ്പിത്തീലിയമാണ്? യെസ്, ഇറ്റ് ഈസ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഇതാണ് മൂവ്മെന്റ് ഓഫ് മ്യൂക്കസിനും അതുപോലെ ഓവത്തിന്റെ മൂവ്മെന്റിനും സഹായിക്കുക. ചൂസ് ദ കറക്റ്റ്ലി മാച്ച് പെയർ. അപ്പം നമ്മൾ എപ്പിത്തീലിയം കഴിഞ്ഞു, കണക്റ്റീവ് ടിഷ്യൂയിലേക്ക് വരികയാണ്. ഫസ്റ്റ് ചൂസ് ദി കറക്റ്റ്ലി മാച്ച് പെയർ. എപ്പിത്തീലിയൽ ടിഷ്യൂയുടെ എല്ലാ ബോർഡേഴ്സും ടച്ച് ചെയ്തിട്ടുണ്ട്. What is an epithelial tissue? What are the examples of epithelial tissue? What are the different cell junctions in them? Compound epithelium, simple epithelium എല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. നേരെ നമ്മൾ connective tissue. First question, tendon specialized connective tissue alla, it is a dense regular connective tissue. Adipose is a loose connective tissue. Areolar tissue is a loose connective tissue. Cartilage is a specialized connective tissue. Question number 13. Bone in human body performs all the listed function except. Not a function of. Vishnu, areolar is a loose connective tissue. Yes, weight bearing function in limbilla bones അല്ലേ. ഡിസ്ട്രക്ഷൻ ഓഫ് ഓൺ ഔട്ട് സെൽസ് അതാരാ ചെയ്യുന്നേ? സ്പ്ലീനാ ചെയ്യുന്നത്. ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ് ഉണ്ട്, പക്ഷെ ഡിസ്ട്രക്ഷൻ ഇല്ല. ആൻസർ ഈ സെക്കൻഡ് ഓപ്ഷൻ. പ്രൊവൈഡ് സൈറ്റ് ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് സ്കെൽറ്റൽ മസിൽസ് ആൻഡ് പ്രൊട്ടക്ട് ദ സോഫ്റ്റ് ഓർഗൻസും. നമ്മുടെ ബ്രെയിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യു ഹാവ് ദ സ്കൾ. ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 14. The supportive skeletal structure in the human external ear and in the nose tip are examples of. Nose tip, external ear. നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് ഇൻഫർമേഷൻ പറയാൻ പോകണേ, എല്ലാവരും എടുക്കാൻ റെഡി ആയിക്കോ. യെസ്, ഇറ്റ് ഈസ് കാർട്ടിലേജ്. ആൻഡ് നമ്മൾ നോസ് ടിപ്പിലും എക്സ്റ്റേണൽ ഇയറിലും കാണുന്ന കാർട്ടിലേജ് ഈസ് എലാസ്റ്റിക് കാർട്ടിലേജ്. ഇനി നിങ്ങൾ അറിയുക, നമുക്ക് ഹൈലിൻ കാർട്ടിലേജ് ഉണ്ട്. ഈ ഹൈലിൻ കാർട്ടിലേജ് ആണ് നമ്മൾ എവിടെ കാണുന്നത്? ട്രക്കിയൽ റിങ്ങിൽ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ വേറെ സ്ഥലത്ത് കാണും, ദിസ് ഇസ് ആർട്ടിക്കുലാർ കാർട്ടിലേജ്, നമ്മളുടെ ജോയിൻസിൽ കാണുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഫൈബ്രസ് കാർട്ടിലേജ് ഉണ്ട്, ഭയങ്കര തിക്കായിട്ടുള്ള കൊളാജൻ ഫൈബറുള്ള കാർട്ടിലേജ് ഉണ്ട്. അത് നിങ്ങൾ കാണുന്നത് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്. അതുപോലെ തന്നെ പ്യൂബിക് സിംഫൈസിസ് എന്ന് പറയുന്ന പെൽവിക് ബോണിനെ കണക്ട് ചെയ്യുന്ന പ്യൂബിക് സിംഫൈസിസ്. ഓക്കെടാ മക്കളെ, ക്വസ്റ്റ്യൻ നമ്പർ 15. ക്വസ്റ്റ്യൻ നമ്പർ 15. യെസ്, കോസ്റ്റോകോൺഡ്രൽ കാർട്ടിലേജ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് ഹൈലിൻ കാർട്ടിലേജ്. റിബ് കേജിലും അത് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 15. എപ്പിത്തീലിയൽ ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ കൂടെ മിക്സ് ചെയ്ത ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. യെസ്, ബ്രോങ്കിയോൾസിൽ നമ്മൾ കാണുന്നത് സിലിയേറ്റഡ് എപ്പിത്തീലിയം. A4 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഗോബ്ലെറ്റ് സെൽസ് എന്ന് പറയുന്നത് ഗ്ലാൻഡുലാർ ടിഷ്യൂ ആണ്. ടെൻറ്റൻ എന്ന് പറയുന്ന ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആൻഡ് അഡിപ്പോസ് ഈസ് എ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 16. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫോർ ദ ഓപ്ഷൻ ഗിവൺ ബിലോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം നോക്കിയാൽ മതി. സക്സസ്ഫുള്ളി 1 hour. 1 hour നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തുകൂടാ? ആൾമോസ്റ്റ് 45 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. സോ യു ആർ ഓൾ ഫാസ്റ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൂടെ പോകുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. സോ വി ആർ ഡൂയിങ് ഇറ്റ് വെരി ഫാസ്റ്റ്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് കവർ ചെയ്യണം. യെസ്, ആ വാശിയിൽ തന്നെ പടപടാന്ന് ചെയ്തോ. ബോൺ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് സോഫ്റ്റ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻ. ട്രൂ ആണ്. അപ്പോൾ എ കറക്റ്റ് ആണ്. എ കറക്റ്റ്
പെട്ടെന്ന് എ വരാത്ത ഓപ്ഷൻ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തു. വെയിറ്റ് ബിയറിംഗ് ഫംഗ്ഷൻ ഈസ് സെർവ്ഡ് ബൈ ലിംഫ് ബോൺസ്, കറക്റ്റ് ആണ്. ബി കറക്റ്റ് ആണ്. ദാ ഇത് കട്ട് ചെയ്തു. ലിഗമെന്റ് ഈസ് എ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബ്ലഡ്, തെറ്റാണ്. ഇറ്റ്സ് എ ബോൺ. സോ സി ഇവിടെ വരുന്നില്ല. ഞാൻ നോക്കാം. അഡിപ്പോസ് ടിഷ്യൂ സ്പെഷ്യലൈസ്ഡ് ടു സ്റ്റോർ ഫാറ്റ്, കറക്റ്റ് ആണ്. സോ ഡി ഈസ് ഓൾസോ കറക്റ്റ്. ടെൻഡൻ അറ്റാച്ചസ് വൺ ബോൺ ടു അനദർ, അല്ല, അത് ലിഗമെന്റ് ആണ്. ടെൻഡൻ അറ്റാച്ച് ബോൺ ടു മസിൽസ്. ക്വസ്റ്റ്യൻ നമ്പർ 17. So answer is second option. Question number 17. Choose the incorrect statement about skeletal muscles. Skeletal muscles ne kurichulla incorrect. So നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ കഴിഞ്ഞ് മസ്കുലർ ടിഷ്യൂലേക്ക് എത്തിയിരിക്കുകയാണ്. കണക്റ്റീവിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കി. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ടാണ്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ ഭയങ്കര പക്കായിരിക്കണം നിങ്ങൾക്ക്. ഏറിയലർ ടിഷ്യൂവിൻ്റെ ഡയഗ്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അഡിപ്പോസ് ടിഷ്യൂ എല്ലാത്തിൻ്റെയും ഫങ്ഷൻസ് എന്ന് ക്വസ്റ്റ്യൻ വരും. ടെൻഷൻ ആൻഡ് ലിഗമെൻറ്റ് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്. കുട്ടികൾക്ക് ചിലപ്പോൾ തിരിഞ്ഞു പോകും, മസിൽ ടു ബോൺ ഏതാണ്, ബോൺ ടു ബോൺ ഏതാണ്, അതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം സ്കെൽറ്റൽ മസിൽ. ഫസ്റ്റ്, ടിഷ്യൂസ് ആർ ക്ലോസ്ലി അറ്റാച്ച് ടു ബോൺ, കറക്റ്റ് ആണ്. ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് സ്കെൽറ്റൽ മസിൽ. A sheath of tough connective tissue enclose several bundles of muscle fiber. അതാണ് ഫേഷ്യ. മസിൽ ബണ്ടിൽസിനെ കണക്ട് ചെയ്യുന്ന ഫേഷ്യ ഉണ്ട്. ദീസ് ആർ ഇൻവോളണ്ടറി ഇൻ ആക്ഷൻ, അല്ല, നമ്മൾ പറഞ്ഞാൽ കേൾക്കും. ദേ ആർ വോളണ്ടറി ആൻഡ് ദേ ആർ പ്രസൻറ്റ് ഇൻ ബ്ലഡ് വെസൽസ്. അതിലുള്ളത് സ്മൂത്ത് മസിൽസ് ആണ്, ഹോളോ ഓർഗൻസിലുള്ളത് ദിസ് ഈസ് സ്കെൽറ്റൽ മസിൽ. സോ നമുക്ക് പറയാം 3ഉം 4ഉം തെറ്റാണ്. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 18. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. Yes. Read the following statements and choose the correct option. Yes. Poride. Blood cells secrete fibers. ബ്ലഡ് മാത്രമാണ് ഫൈബേഴ്സ് സെക്രീറ്റ് ചെയ്യാത്തത്, അല്ലേ? ഇറ്റ്സ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. അതിനകത്ത് ഫൈബേഴ്സ് ഇല്ല. അപ്പോൾ 1 കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 1 ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞ ആളുണ്ട്. 1 കറക്റ്റ് ആണെന്ന് പറഞ്ഞവനെ അങ്ങ് വെട്ടിക്കളയാം. ന്യൂറോഗ്ലിയൽ സെൽസ് പ്രൊട്ടക്റ്റ് ആൻഡ് സപ്പോർട്ട് നെഫ്രോൺ. നെഫ്രോണല്ല, ന്യൂറോണിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 കറക്റ്റ് ആണെന്ന് പറഞ്ഞ് ഇതും വെട്ടി. അടുത്ത നോക്കാം. ഇതും വെട്ടി. ഐ ക്യാൻ ഓൺലി ഗെറ്റ് 4th ഓപ്ഷൻ. നിങ്ങൾ നോക്കിയ ഡയറക്റ്റ് ഓപ്ഷനിൽ പോയപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് തന്നെ എനിക്ക് 4th ഓപ്ഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. എല്ലാവർക്കും എങ്ങനെ 3 കിട്ടിയടാ? Which are incorrect. You have 1, 2 and 4, 5 which are incorrect. അല്ലേ? ഇനി ഓസ്റ്റിയോസൈറ്റ്സ് ആർ പ്രസന്റ് ഇൻ ദ സ്പേസ് കോൾഡ് as lacunae. lacunae എന്ന് പറയുന്ന സ്പേസിലാണ് ഓസ്റ്റിയോസൈറ്റ്സ് ഉള്ളത്. സ്ട്രൈറ്റഡ് മസിൽ ഫൈബേഴ്സ് ആർ ബണ്ടിൽഡ് ഇൻ പാരലൽ ഫാഷൻ. നമ്മളുടെ സ്ട്രൈറ്റഡ് മസിൽസ് എല്ലാം പാരലൽ ഫാഷനിലാണ് ബണ്ടിൽ ചെയ്യുക, അല്ലേ? ദാറ്റ് ഈസ് സ്കെൽറ്റൽ മസിൽ. അടുത്തൊരു ഡയഗ്രമാറ്റിക് ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ. സ്ട്രൈറ്റഡ് മസിൽ ഫൈബേഴ്സ് ബൈസെപ്സ് ആർ ഇൻവോളണ്ടറി സ്ട്രൈറ്റഡ്, അല്ല, ദേ ആർ വോളണ്ടറി മസിൽ, ദേ ആർ സ്കെൽറ്റൽ മസിൽ. ശ്രദ്ധിച്ചില്ലേടാ മക്കളെ? 1, 2 and 5 ഈസ് ഇൻകറക്റ്റ്. ഈവൻ വിത്തൗട്ട് ഡൂയിങ് ആൾ ദിസ് പാർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് പോകാൻ പറ്റും. ഹായ്, സ്റ്റഡി വിത്ത് മീ ഡയറി. ഗുഡ് മോർണിംഗ്. ഇപ്പോഴാണോ എണീക്കുന്നേ? ഫൈൻഡ് ദി ഇൻകറക്റ്റ്ലി മാച്ച് പെയർ. പെട്ടെന്ന് ഇൻകറക്റ്റ്ലി മാച്ച് പെയർ. S. Unicellular gland goblet cells. Saliva exocrine secretion ആണ് with the help of duct. Fusiform fibers smooth muscles ആണ്, fusiform shaped ആണ്. Cartilage areolar connective tissue അല്ല. Cartilage is an example of specialized connective tissue അല്ലെങ്കിൽ skeletal connective tissue. Answer is 4th option. Question number 20. Which of the following statement is incorrect? Which of the following statement is incorrect? പടാന്ന് പോരട്ടെ.
അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ എപ്പിത്തീലിയലിൻ്റെ മാത്രം ചെയ്തു, കണക്റ്റീവിൻ്റെ മാത്രം ചെയ്തു, മസിലിൻ്റെ മാത്രം ചെയ്തു. എന്നാൽ മോസ്റ്റ്ലി നമുക്ക് നീറ്റിന് കിട്ടുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ ആണിത്, മിക്സ് ഓഫ് എവറി ടിഷ്യൂ. അപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് മിക്സ് ചെയ്താണ് നമുക്ക് വരിക സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഈ ഒരു ടൈപ്പ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. സെൽസ് ആർ കോമ്പാക്ട്ലി പാക്ഡ് ഇൻ എപ്പിത്തീലിയൽ ടിഷ്യൂ വിത്ത് ലിറ്റിൽ ഇന്റർസെല്ലുലാർ സ്പേസ് വളരെ കുറവാണ്. സെൽ സെക്രീറ്റ് ഫൈബേഴ്സ് ഓഫ് സ്ട്രക്ചറൽ പ്രോട്ടീൻ ഇൻ ഓൾ കണക്റ്റീവ് ടിഷ്യൂ. ദേ കിടക്കുന്നു ബ്ലഡിൽ സ്ട്രക്ചറൽ പ്രോട്ടീൻ ഇല്ല അല്ലേ. ഇനി നോക്കുക, ന്യൂറോഗ്ലിയ ഇസ് മേഡ് അപ്പ് ഓഫ് മോർ ദാൻ 1/2 ഓഫ് ദ വോളിയം ഓഫ് ന്യൂറൽ ടിഷ്യൂ. യെസ്, ന്യൂറൽ ടിഷ്യൂവിൻ്റെ 1/2 ഓഫ് ദ വോളിയം എന്ന് പറയുന്നത് ന്യൂറോഗ്ലിയൽ സപ്പോർട്ടിംഗ് സെൽസ് ആണ്. മസിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഫൈബേഴ്സ് വിച്ച് ആർ മസിൽ ഫൈബേഴ്സ്. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 21. ഐഡന്റിഫൈ ദ ടിഷ്യൂ ഷോൺ ഇൻ ദ ഡയഗ്രാം ആൻഡ് മാച്ച് വിത്ത് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇറ്റ്സ് ലൊക്കേഷൻ. നോക്കിക്കോ, വേഗം. Identify the tissue shown in the diagram. Match its characteristics and its location. നമുക്ക് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നത് സ്കെലിറ്റൽ മസിലാണ്. സ്മൂത്ത് ആണെന്ന് പറഞ്ഞ ഓപ്ഷനേ തെറ്റി. കാർഡിയാക് ആണെന്ന് പറഞ്ഞത് തെറ്റി. സ്ട്രൈറ്റഡ് ആണ്, പക്ഷെ ടേപ്പറിങ് അറ്റ് ബോത്ത് എൻഡ്സ് അല്ല. സിലിണ്ട്രിക്കൽ ആണ്, പടം കണ്ടാൽ അറിയാം. സ്കെലിറ്റൽ ഷോ സ്ട്രയേഷൻ closely attached to the bones of limb. Answer is fourth option. Question number 22. Fill in the blanks. That's it. Fill in the blanks. अब इनी that നമ്മുടെ cockroach frogിലേക്ക് പോവാൻ പോവാണ്. So this is the last question from tissue part. Tissue part എന്ന last question ആണ്. Fill in the blanks. The dash tissue is closely attached to skeletal bone. നോക്കാം. Dash tissue is closely attached to skeletal bone. സ്കെലിറ്റൽ ടിഷ്യൂ ആണ്. അപ്പോൾ ഇവിടെ സ്കെലിറ്റൽ തന്നെയാണ് എല്ലാത്തിലും. 1ന്റെ ആൻസർ ഇവിടെ 1 കാർഡിയാക്ക് കൊടുത്തു, ഇത് തെറ്റാണ്. ബാക്കി എല്ലാത്തിലും സ്കെലിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഞാൻ നോക്കുകയാണ്. ദ ഡാഷ് ഫൈബർ ടാപ്പർ അറ്റ് ബോത്ത് എൻഡ്സ്. അതേതാണ്? 2 എന്തായാലും സ്മൂത്ത് മസിൽസ് ആണ്, അല്ലെങ്കിൽ വിസറൽ ആണ്. 2 ഇവിടെ സ്മൂത്ത് കൊടുത്തിരിക്കുന്നു, ഇവിടെ 2ഉം 3ഉം സ്മൂത്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 എന്ന് പറയുന്നത് കൊടുത്തിട്ടില്ലേ? 1 4 ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 2 കൊടുത്തിട്ടില്ലടാ. ഓക്കെ, അടുത്ത നോക്കാം. 3 the fibers are found in the wall of internal organ and stomach and intestines. Again 3 smooth muscle ആണ്. So 1 3 skeletal കൊടുത്തു, ഇത് തെറ്റായി. ഇത് 1 2ഉം 3ഉം സ്മൂത്ത് കൊടുത്തു. ആൻഡ് 4 ഞാൻ ചെക്ക് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് ഓർ ഇന്റർകലേറ്റഡ് ഡിസ്ക് ആർ ഫൗണ്ട് ഇൻ കാർഡിയാക് മസിൽ. സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ഇവിടെ നമുക്ക് സ്കെലിറ്റൽ മസിൽ വരുന്നു, ഇവിടെ സ്മൂത്ത് വരുന്നു, ഇവിടെ സ്മൂത്ത് വരുന്നു, ഇവിടെ കാർഡിയാക് വരുന്നു. നൗ നമ്മൾ നമ്മളുടെ ഫസ്റ്റ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ പാർട്ടായ അനിമൽ ടിഷ്യൂ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ പാർട്ടിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. എപ്പിത്തീലിയൽ നമ്മൾ കണ്ടു, ഗ്ലാൻഡുലാർ നമ്മൾ കണ്ടു, നേരെ നമ്മൾ വന്നത് കണക്റ്റീവ് ടിഷ്യൂവിലാണ്, അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ മസിൽസിൻ്റെ കണ്ടു, ന്യൂറൽ കണ്ടു. സോ 22 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് നമ്മൾ നേരെ കോക്രോച്ചിലേക്ക് കടക്കാം. സോ യെസ്, നൗ കോക്രോച്ച് ടു ഫ്രോഗ്. പടപടാന്ന് ഉത്തരം പറഞ്ഞോ. ഹായ് സുരേഷ് സാർ ബ്ലൂ സ്പാനറൊക്കെ കിട്ടി. ഹൈ, രാവിലെ എണീച്ചിട്ട്. രാവിലെ അല്ല മാൻ, 8:11 നേരത്തെ എണീക്കണ്ടേ? സുരേഷ് സാറിൻ്റെ ഒക്കെ ഒരു കാര്യേ അല്ലേ. പിള്ളേരൊക്കെ 7 മണിക്ക് എണീച്ചിരിക്കുകയാണ്, സാറിങ്ങനെ സ്വപ്നം കണ്ട് ഉറങ്ങാണ്. SD ഒരുപാട് ഹാർട്ടും പുകയും തീയും ഒക്കെ വരുന്നുണ്ട്. SD എണീച്ചതിൽ തന്നെ സന്തുഷ്ടരാണ് എല്ലാവരും. SD മക്കളെ നമുക്ക് നോക്കിക്കളയാം. ആദ്യം ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ് നമുക്കറിയാം.
എവിടെയാണ് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾ നടക്കുക? പ്രോവെൻട്രിക്കുലസ് അല്ലെങ്കിൽ ഗിസാർഡിലാണ് നടക്കുക. സോ B1 വന്നിരിക്കുന്ന ഓപ്ഷൻ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. യു ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ ആൻസർ. അടുത്ത നോക്കിയ സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ് ചെയ്യുന്നത് ഹെപ്പാറ്റിക് CK വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ ജംഗ്ഷൻ ഓഫ് ഫോർഗഡ് ആൻഡ് മിഡ്ഗഡ് 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് ആണുള്ളത്. ഇനി റിമൂവൽ ഓഫ് നൈട്രോജീനിയസ് ബേസ് മാൽഫീജിയൻ ട്യൂബ്യൂൾ, അതാണ് മിഡ്ഗഡ് ഹൈൻഗഡ് ജംഗ്ഷനിൽ കാണുന്ന 100 to 150 ആയിട്ടുള്ള യെല്ലോ സ്മോൾ തിൻ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ്. ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഈസ് ബൈ ക്രോപ്പ്. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 24. Excretion in cockroach is performed by all except. Excretionലെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് പഠിക്കുന്നുണ്ട്. Excretion in cockroach is performed by all except. യെസ്, ഹെപ്പാറ്റിക് CK എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്ന ഓർഗൻ ആണല്ലേ, സ്ട്രക്ചർ ആണ്. ഫോർഗഡിൻ്റെയും മിഡ്ഗഡിൻ്റെയും ജംഗ്ഷനിൽ 6 to 8 ബ്ലൈൻഡ് ട്യൂബ്യൂൾസ് ആയിട്ട് കാണാം. വേറാസ് യൂറിക്കോസ് ഗ്ലാൻഡ് മാൽഫീജിയൻ ട്യൂബ്യൂൾ ഫാറ്റ് ബോഡി ഈസ് ഫോർ എക്സ്ക്രീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 25. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന റീപ്രൊഡക്ഷൻ പാർട്ടിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ കോക്രോച്ച് പഠിക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ഫോക്കസ് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കാനുള്ളത് ഒരു പാർട്ടും തെറ്റാതെ പഠിക്കാനുള്ള റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ റീപ്രൊഡക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓൾസോ ദർ ഇസ് നെഫ്രോസൈറ്റ് സെൽസ്. വെരി ഗുഡ് ചിത്ര, നെഫ്രോസൈറ്റ് സെൽസ് ഉണ്ട്. ആൻഡ് ദേ എക്സ്ക്രീറ്റ് യൂറിക് ആസിഡ്. നിങ്ങൾക്കറിയാം നമ്മുടെ മാൽഫീജിയൻ ട്യൂബ്യൂളിനകത്ത് ഗ്ലാൻഡുലാർ സെൽസും അതുപോലെ തന്നെ സീലിയേറ്റഡ് സെൽസ് ഉണ്ട്. ഇവരാണ് ഹീമോലിംബിൽ നിന്ന് ഫ്ലൂയിഡിനെ എന്ത് ചെയ്തത്, വലിച്ചിട്ട് അതിൽ നിന്ന് യൂറിക് ആസിഡിനെ സെപ്പറേറ്റ് ചെയ്യുക. ആൻഡ് ദിസ് യൂറിക് ആസിഡ് ഗോസ് ഔട്ട് ത്രൂ ഹൈൻഡ് ലിംബ്. ഓക്കെ, ഫീമെയിൽ കോക്രോച്ച് പോസസ് 16 ഓവേറിയോൾസ് ഇൻ ഓവറി. കറക്റ്റാണ്. ഒരു ഓവറിയിൽ 8 ഓവേറിയോൾ, 2 ഓവറീസിൽ 16 ഓവേറിയോൾ. കോക്രോച്ച് എക്സിബിറ്റ് മൊസൈക് വിഷൻ. ഇത് എപ്പോഴും ചോദിക്കുന്നതാണല്ലേ. വിത്ത് മോർ സെൻസിറ്റിവിറ്റി ലെസ് റെസൊല്യൂഷൻ. ഈച്ച സിനിമ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. ഈച്ച കാണുമ്പോൾ എല്ലാം പുകന്നിരിക്കും. റെസൊല്യൂഷൻ കുറവാണ്, പക്ഷേ അങ്ങറ്റം ഇങ്ങറ്റം കാണാൻ പറ്റും. സെൻസിറ്റിവിറ്റി കൂടുതലാണ്. സോ ദിസ് ഗോസ് റോങ്. എ മഷ്റൂം ഷേപ്ഡ് ഗ്ലാൻഡ് ഇസ് പ്രസന്റ്. മഷ്റൂം ഗ്ലാൻഡ് മെയിൽസിലുണ്ട് 6th 7th അബ്ഡോമിനൽ സെഗ്മെന്റിലായിട്ട്. ദ പെയർ ഓഫ് സ്പെർമാത്തിക്ക ഈസ് പ്രസന്റ് ഓൺ. സ്പെർമാത്തിക്ക ഒരു പെയർ ഫീമെയിൽസിലാണുള്ളത് ഇൻ ദ 6th അബ്ഡോമിനൽ സെഗ്മെന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇൻ മെയിൽ കോക്രോച്ച് സ്പേം ഈസ് സ്റ്റോർഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം? ഇത് രണ്ട് രീതിയിലും ചോദിക്കാം. മെയിലിലുള്ളതിൻ്റെ ആൻസർ പറഞ്ഞേച്ച് ഫീമെയിലിൽ സ്പേം സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യണം കേട്ടോ. മെയിൽസിൽ നമുക്കറിയാം അതിന് സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്, അതാണ് ഇവിടെ ആൻസർ. എന്നാൽ ഫീമെയിൽസിൽ എവിടെയാണ്? യെസ്, ടെസ്റ്റസ്. 4th to 6th സെഗ്മെന്റ് വരെയുള്ള ടെസ്റ്റസിൽ നിന്ന് വാസ് ഡിഫറൻസ് വഴി നേരെ സ്റ്റോറേജ് സ്ട്രക്ചർ ആയിട്ടുള്ള സെമിനൽ വെസിക്കിൾസിലേക്കാണ് സ്പേം പോകുന്നത്. അവിടെ വെച്ചാണ് സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നതും ഗ്ലൂ ചെയ്യുന്നതും. എന്നിട്ട് നമുക്കറിയാം പിന്നെ എന്ത് ചെയ്യും, മഷ്റൂം ഗ്ലാൻഡ്, വാലിക് ഗ്ലാൻഡും ഇജാക്കുലേറ്ററി ഡക്റ്റിൻ്റെയും സെക്രീഷൻസ് വഴി അതിൽ ലെയർ ഉണ്ടായി ഇറ്റ് ഫോം സ്പെർമാറ്റോഫോർ. അതാണ് ഇജാക്കുലേറ്ററി ഡക്റ്റിൻ്റെ എൻഡിലുള്ള ഗോണോഫോർ വഴി പുറത്തേക്ക് വരാൻ പോകുന്നത്. സോ യെസ്, ഇറ്റ് സ്റ്റോർഡ് ഇൻ ദ സെമിനൽ വെസിക്കിൾ. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഫീമെയിൽസിൽ സ്പേമിന് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇജാക്കുലേഷൻ, മെയിൽ ഇജാക്കുലേറ്റ് ചെയ്ത ശേഷം യെസ് സ്പെർമാതീക്ക ഫീമെയിലിലാണ് എന്ത് ചെയ്യുന്നത്, എ പെയർ ഓഫ് സ്പെർമാതീക്ക 6th സെഗ്മെൻറ്റിലുണ്ട്. അവിടെയാണ് ആ സ്പെർമാറ്റോഫോറിനെ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. എന്നിട്ട് ജെനീഷ്യൽ ചേംബറിൽ ഓവർ എത്തുമ്പോൾ മാത്രമാണ് അതിനെ അങ്ങോട്ട് റിലീസ് ചെയ്യുന്നത്. വെരി 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 ഗുഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഈ ഒരു ആൻസർ ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്, തെറ്റിപ്പോരുത്. മെയിലും ഫീമെയിലും സ്പെസിഫിക് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, question number 27. What external changes are visible after last molt of cockroach nymph? ലാസ്റ്റ് മോൾട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് എക്സ്റ്റേണൽ ഫീച്ചറിനെയാണ് സ്പെസിഫിക് ആയിട്ട് ഒബ്സർവ് ചെയ്യുക? യെസ്, ബോത്ത് ഫോർ ലിംസ് ആൻഡ് ഹൈൻഡ് ലിംസ് ഡെവലപ്പ്. ലേബിയവും മാൻഡിബിൾ ഹാർഡൻ ചെയ്യുന്നത് മേനൽ സർസ് എല്ലാം നേരത്തെ ഡെവലപ്പ് ചെയ്യും. ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ എ നിംഫ് ആൻഡ് എൻ അഡൽട്ട് കോക്രോച്ച് ഈസ് നിംഫിന്
വിങ് പാഡേ ഉള്ളൂ, എന്നാൽ അഡൽട്ട് കോക്രോച്ചിന് വിങ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 28. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ വിത്ത് റെസ്പെക്ട് ടു കോക്രോച്ചസ്. യെസ്, ആൻഡ് ദർ ഇസ് 13 times molting. ശ്രദ്ധിച്ചോ, ഇതിലൊരു എല്ലാ സിസ്റ്റത്തിനെയും നമ്മൾ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ സിസ്റ്റത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കാം. യെസ്, ദിസ് ഡെവലപ്മെൻറ്റ് ഈസ് കോൾഡ് എസ് പൗരോ മെറ്റാബോളസ് ഡെവലപ്മെൻറ്റ്. വെരി ഗുഡ് ചിത്ര. ആക്ച്വലി നമുക്കുള്ള ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മെമ്മറിയിൽ നിന്ന് തന്നെ നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. കാരണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിലൂടെയും പാസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന മക്കളെ, ആ ഒരു ഫുൾ കൺസെപ്റ്റിനെ നമ്മൾ മെമ്മറൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക നമ്മുടെ മൈൻഡിൽ നിന്ന്. നിങ്ങൾ 10 times ഒരു NCERT വായിക്കുന്നേക്കാൾ എഫക്റ്റീവാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മളിതിങ്ങനെ മെമ്മറൈസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യം. നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടില്ലേ? കാരണം നമുക്ക് ഇങ്ങനെ ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ഈ ടോപ്പിക്കൊക്കെ അറിയാം, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. നേരെ തിരിച്ച് NCERT എടുത്ത് വെച്ച് ഒരു ടെൻഷനിൽ വായിക്കാൻ നേരത്തെ, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ പലപ്പോഴും നമുക്കൊരു സംശയമാണ്, ഇതെനിക്ക് അറിയൂലേ എന്നൊരു സംശയമാണ് അല്ലേ. അപ്പം നോക്കിക്കോടാ, മാൽഫീഡിയൻ ട്യൂബ്യൂൾസ് കൺവേർട്ട് നൈട്രോജീനിയസ് വേസ്റ്റ് ഇൻറ്റു യൂറിക് ആസിഡ്. ഇവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് യൂറിക് ആസിഡാണ്. ദേ ആർ യൂറിക്കോടെലിക് ഓർഗാനിസം. തെറ്റാണ്. മെയിൽ ബെയർ ഷോർട്ട് ഏനൽ സ്റ്റൈൽ. നമ്മൾ അന്നേ പറഞ്ഞു സ്റ്റൈൽ ഉള്ളത് മെയിലിനാണ്, ഫീമെയിൽസിന് സ്റ്റൈൽ ഇല്ല. ബോത്ത് ഓഫ് ദം ഹാവ് ഏനൽ സെർസെ വിച്ച് ഈസ് ആക്ച്വലി എ സെൻസ് ഓർഗൻ. പക്ഷെ ഏനൽ സ്റ്റൈൽ ഉള്ളത് മെയിൽസിനാണ്, വിച്ച് ഇസ് എ കോപ്പുലേറ്ററി ഓർഗൻ. നെർവസ് സിസ്റ്റം കംപ്രൈസ് ഓഫ് എ ഡോസൽ നെർവ് കോഡ് ആൻഡ് 10 pairs ഓഫ് ഗാംഗ്ലിയ. നമുക്കറിയാം അവർക്കുള്ളത് വെൻട്രൽ നെർവ് കോഡാണ് അല്ലേ. വെൻട്രൽ നെർവ് കോഡാണ് അവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്. സുപ്രോ ഈസോഫാജിയൽ ഗാംഗ്ലിയൻ ഹെഡിലുണ്ട്. പിന്നെ നമ്മുടെ തൊറാക്സിലായിട്ട് 3 pair ഗാംഗ്ലിയൻ ഉണ്ട്, 6 pair ഗാംഗ്ലിയൻ അബ്ഡോമിനിലുണ്ട്. സോ ദേ ഹാവ് 10 pair ഓഫ് ഗാംഗ്ലിയൻ വിച്ച് ഇസ് കറക്റ്റ്. ഫോർ വിങ്സ് ആർ ടെക്മിന വിച്ച് ഇസ് യൂസ് ഫോർ ഫ്ലൈറ്റ്. അല്ല, ഫ്ലൈറ്റിന് സഹായിക്കുന്നത് ഹൈൻ വിങ് ആണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചറിയാം, 4 വിങ് വരുന്നത് മീസോതൊറാക്സിൽ നിന്നാണ്, മെറ്റാതൊറാക്സിൽ നിന്നാണ് നമുക്ക് ഹൈൻ വിങ് വരുന്നത്. മീസോതൊറാക്സിക് വിങ് ആയിട്ടുള്ളത് പ്രൊട്ടക്ഷനുള്ള വിങ് ആണ്. മെറ്റാതൊറാക്സിക് ഹൈൻ വിങ് എന്ന് പറയുന്നത് ഫോർ ഫ്ലൈറ്റിനാണ്. ഇത്രയും കാര്യം ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 29. Select the correct statement from the ones given below with respect to Periplaneta americana. ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്ക് എന്തിൽ ചെയ്യണമെന്നുണ്ട്, കോക്രോച്ച് ചെയ്യണമെന്നുണ്ട്. ഒരുവിധ എല്ലാ ഏരിയയും കവർ ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇന്ന് മിസ്സായൊരു മിസ്സാണ് കേട്ടോ, ഭയങ്കര മിസ്സാണ്. സോ ഹാപ്പി ടു ഹിയർ ദാറ്റ് ഇർഫാൻ. എന്നിട്ട് ആ മെസ്സേജും കൊണ്ട് ഓടി. അപ്പോൾ ഹാപ്പി അല്ല, ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് with respect to Periplaneta americana. Nervous system located dorsally consists of segmentally arranged ganglia joined by pairs of longitudinal connectives. നിങ്ങൾ ശ്രദ്ധിക്കുക, nervous system located dorsally പറഞ്ഞപ്പോൾ തന്നെ തെറ്റി. ഇനി ഒന്നും ആലോചിക്കണ്ട. വെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് ഒരു നോൺ കോർഡേറ്റിനുള്ളത്. സോ ദാറ്റ് ഇസ് റോങ്. മെയിൽസ് വെയർ എ പെയർ ഓഫ് ഷോർട്ട് ത്രെഡ് ലൈക്ക് ഏനൽ സ്റ്റൈൽ. അഗെയിൻ second option is correct. There are 16 very long malphigian tubule. Malphigian tubule 100 to 150 ആണ് നമ്പർ ഉള്ളത്. Present at the junction of midgut and hindgut. Grinding of food is carried out only by mouth part. തെറ്റാണ്. അപ്പോൾ പിന്നെ gizzard എന്തിനാ, പ്രോവെൻട്രിക്കുലസ് എന്തിനാ? അവിടെ ഗ്രൈൻഡിങ് നടക്കുന്നത് പ്രോവെൻട്രിക്കുലസിലും അതും അതിനോടൊപ്പം മൗത്ത് പാർട്ടിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാപ്പൻസ് ഇൻ എ കോമൺ കോക്രോച്ച്? എല്ലാം മിക്സ്ഡ് ആണ്. പല സിസ്റ്റത്തിൻ്റെ മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റംസിൽ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിങ്ങൾ കണ്ടു കാണും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുന്നത് ഗ്രൈൻഡിങ് റീജിയൻ, ഗിസാർഡ്, ക്രോപ്പ്, സ്റ്റോറിങ് ഏരിയ, പിന്നെ എവിടെ ഓരോ ജംഗ്ഷൻസിലും എന്താണുള്ളത്. ഫോർഗട്ട് മിഡ്ഗട്ടിൻ്റെ ജംഗ്ഷനിൽ നമ്മൾ കാണുന്നത് ഹെപ്പാറ്റിക് സീക്കയാണ്. നേരെ തിരിച്ച് മിഡ്ഗട്ട് ഹൈൻഗട്ടിൽ നമ്മൾ മാൽഫീജിയൻ ട്യൂബ്യൂളാണ്. അപ്പോൾ ഇതിനൊക്കെ ക്വസ്റ്റ്യൻ കണ്ടുവച്ചിരിക്കുന്നത്. ഇനി നമ്മൾ റെസ്പിറേഷനിലേക്ക് വരുമ്പോൾ ദാ ഇവിടെ ഒരു റെസ്പിറേഷൻ്റെ ക്വസ്റ്റ്യൻ നമുക്കുണ്ട്. കാർത്തിക് രാജ്,
സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. ആക്ച്വലി ഇത് റിപ്പീറ്റേഴ്സിന് ഏറ്റവും ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വെച്ചിരിക്കുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. Malphizian tubules are excretory organs projecting out of colon. തെറ്റാണ്. കോളന് നല്ല വരുന്നത് from the foregut midgut junction. Oxygen is transported by hemoglobin in blood. മക്കളെ, ഇവർക്ക് ഓക്സിജൻ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക? അപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് പോകും. നമുക്കറിയാം അവർക്ക് ട്രക്കി ഉണ്ട്, ട്രക്കിയോൾസ് ഉണ്ട്. ഈ ട്രക്കിയോൾസ് നിന്ന് ഡയറക്റ്റ് ഓക്സിജൻ ടിഷ്യൂസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുകയാണ്. അല്ലാതെ അവർക്ക് റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് അവരുടെ ബ്ലഡിലില്ല. അതുവഴി അവർക്ക് ഒരിക്കലും ഓക്സിജൻ ക്യാരി ചെയ്യാൻ പറ്റില്ല. നൈട്രോജീനിയസ് എക്സ്ക്രീറ്ററി വേസ്റ്റ് യൂറിക് ആസിഡ് ആണ്. എക്സ്ക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഓർഗൻസ് നമ്മൾ നോക്കി. ഫുഡ് ഈസ് ഗ്രൗണ്ട് ബൈ മാൻറ്റിബിൾ ആൻഡ് ഗിസാർഡ്. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. Question number 31. Assertion reason question. A nymph of cockroach undergo molting several times. Reason there is gradual metamorphosis in cockroach. ശ്രദ്ധിച്ച് വായിക്കണം. യെസ് ചിത്ര, അവർക്കുള്ളത് ഹിമോലിംഫാണ്. അതിനകത്ത് ഹിമോസൈറ്റ്സും പ്ലാസ്മയും ഉള്ളൂ. അതിനൊരിക്കലും ഓക്സിജനെ ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദേ ആർ പ്രസൻറ്റ് ഇൻ ദ സൈനസ് സ്പേസസ് കോൾഡ് എസ് ഹിമോസീൽ. യെസ്, ഓക്കെ മകളെ, നമുക്ക് നോക്കാം. nymph of a cockroach undergo molting several times. കറക്റ്റ് ആണ്. 13 times മോൾട്ട് ചെയ്യും. അസംഷൻ കറക്റ്റ് ആണ്. റീസൺ നോക്കാം. there is gradual metamorphosis in cockroach. കോക്രോച്ചിന് മെറ്റാമോർഫോസിസേ ഇല്ല. അതാണ് പൗരാ മെറ്റബോളസ് ഡെവലപ്മെൻറ്റ്. കോക്രോച്ചിൻ്റെ കുഞ്ഞിനെ കണ്ടാൽ കോക്രോച്ചിനെ പോലെ തന്നെ ഇരിക്കുന്നത്. മെറ്റാമോർഫോസിസ് എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈക്കൊക്കെ സംഭവിക്കുന്നതാ. ആദ്യം കാറ്റർപില്ലർ പോലെ ഇരിക്കും, അത് കഴിഞ്ഞ് പ്യൂപ്പ സ്റ്റേജിലേക്ക് എത്തും, അത് കഴിഞ്ഞ് ബട്ടർഫ്ലൈ ആവും. സ്റ്റേജസ് ഇങ്ങനെ ഡിഫർ ചെയ്യും, ഷേപ്പ് ഡിഫർ ചെയ്യും. ഇവർക്കതില്ല. സോ ബി റീസൺ ഈസ് റോങ്, അസേർഷൻ ഈസ് ട്രൂ. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. അസേർഷൻ റീസൺ. ഹൈ ഫൈസ്. ദർ ഇസ് നോ മെറ്റാമോർഫോസിസ്. എന്നാൽ ഫ്രോഗിന് മെറ്റാമോർഫോസിസ് ഉണ്ട്. ടാഡ്പോളിൽ നിന്ന് ഫ്രോഗിലേക്ക് മാറുക മെറ്റാമോർഫോസിസ് ആണ്. ഞാൻ അനുഗ്രഹിച്ച കറക്റ്റാണ്. ഞാനിങ്ങനെ അനുഗ്രഹമൊക്കെ കൊടുക്കാറുണ്ട്. സുരേഷ് സാറിനോടൊക്കെ ചോദിച്ചു നോക്കുക. ഞാൻ അനുഗ്രഹിച്ച അടിപൊളിയാണ്, എക്സാമൊക്കെ പാസ്സാവും. സാർ ഇരുന്ന് ക്ലാസ് കാണുന്നുണ്ടല്ലോ, എന്തോ സംഭവിച്ചിരിക്കുന്നു. ഇത് കഴിയുമ്പോൾ എന്നെ എന്തെങ്കിലും പറയാനായിരിക്കും. Blood in cockroach is colorless hemolymph with no respiratory pigment. നമ്മൾ നേരത്തെ പറഞ്ഞുള്ളൂ റെസ്പിറേറ്ററി പിഗ്മെന്റ് ഇല്ല, കളർലെസ് ആണ് ഹീമോലിംഫ്. അതിൽ ഹിമോസൈറ്റ്സും പ്ലാസ്മയും മാത്രമേ ഉള്ളൂ. റെസ്പിറേഷൻ ഇൻ കോക്രോച്ച് ഒക്കെ ത്രൂ ഡിഫ്യൂഷൻ ഇൻ ഹിമോലിംഫ്. റെസ്പിറേഷൻ ഇൻ കോക്രോച്ച് എങ്ങനെയാണ് നടക്കുന്നത്? ഡിഫ്യൂഷൻ വഴിയാണെന്ന് പറഞ്ഞ് തെറ്റല്ലേടാ? നമ്മൾ പറഞ്ഞ ട്രക്യൂൾസ് ത്രൂ ഡയറക്റ്റ് ഡിഫ്യൂഷനാണ്, അല്ലാതെ ഇവിടെ ഹീമോലിംഫിൻ്റെ ആവശ്യമില്ല. സോ വി ക്യാൻ സേ assertion is true but reason is false. Both are true. Respiration in cockroach occur through diffusion in hemolymph. മൂക്കിടിച്ച് വരുത്തട്ടെ. ഇപ്പം അല്ലേടാ പറഞ്ഞത് ഹീമോലിംഫിൽ റെസ്പിറേറ്ററി പിഗ്മെന്റ് ഇല്ല എന്ന്. റെസ്പിറേറ്ററി പിഗ്മെന്റ് ഇല്ലെങ്കിൽ ആരാടാ എടുത്തിട്ട് പോകുന്നത്? ഡയറക്റ്റ് ഡിഫ്യൂഷൻ അല്ലേ? എനിക്ക് തോന്നുന്നു എസ് ഡി എല്ലാ ക്ലാസ്സും കാണുന്നുണ്ട്. ഫിസിക്സ് ക്ലാസ്സിൽ എസ് ഡിയെ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ കുമ്പിടി അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞ പോലെ എസ് ഡിനെ ഫിസിക്സ് ക്ലാസ്സിലും ബയോളജി ക്ലാസ്സിലും ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ എസ് ഡി ഇനി ഈ നീറ്റ് എഴുതി ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബയോളജിയും ഫിസിക്സും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവുമല്ലോ. അല്ലേ? ഇല്ലേ? ഇതല്ലേ പ്ലാൻ? ശരി, അത്ര നല്ല ക്ലാസ് അല്ലേ ഇപ്പാനെ? മതി, ഒക്കെ മതി. ഞാൻ പൊങ്ങി മേളിലേക്ക് താഴോട്ട് വരട്ടെ. യെസ് മക്കളെ, ആൻസർ 3 ആണ്. എടാ തെറ്റിക്കരുത്, ഇത് ഫ്രീക്വൻലി ആസ് ക്വസ്റ്റ്യൻ ആണ്. ഹീമോലിംഫ് വഴി ഓക്സിജൻ ഡിഫ്യൂഷൻ ഇല്ല. ഒൺലി ത്രൂ ഡയറക്റ്റ് ട്രക്യൂൾസ് ഇൻ ടു ദി ടിഷ്യൂ. അതെ, സംതിങ് ഫിഷി. നല്ലോണം പഠിക്കും മക്കളെ. എസ് ഡി ഒക്കെയാണ് കോമ്പറ്റീഷൻ ഉള്ളത്. പൊട്ടിക്കണ്ടേ?
Which one of the following is not a sensory structure of cockroach? കോക്രോച്ചിന്റെ സെൻസറി സ്ട്രക്ചർ അല്ലാത്തത് ആരാണ്? ചിത്ര നല്ലോണം പഠിച്ചോട്ടോ. എസ് ഡിന് ഇങ്ങനെ ക്ലാസ് കാണാൻ വലുതായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യണ്ട. എസ് ഡി ഇങ്ങനെ ക്രാക്ക് ചെയ്താലോ? പേടിയുണ്ട് എനിക്ക്. ഒന്നും നീറ്റിന് ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. Which one of the following is not a sensory structure in cockroach? ആൻറ്റിന സെൻസറി സ്ട്രക്ചർ ആണ്, ഐസ് ആണ്, എനൽ സെർസൈ ആണ്, പാൽപ്പുകൾ, മാക്സിലറി പാൽപ്പുകൾ അല്ലേ, അതുപോലെ തന്നെ ലേബിയൽ പാൽപ്പ്, ഇതെല്ലാം സെൻസറി സ്ട്രക്ചർ ആണ്. പക്ഷെ പ്രോവെൻട്രിക്കുലസ് അല്ലെങ്കിൽ ഗിസാർഡ് ഇസ് എ ഗ്രൈൻഡിങ് ഓർഗൻ. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 34. ഇൻ കോക്രോച്ച് ദ ആർത്രോഡിയൽ മെംബ്രെയിൻ. യെസ്, മോർഫോളജിയിലേക്ക് കടക്കാം. ആർത്രോഡിയൽ മെംബ്രെയിൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മെംബ്രെയിനാണ് ഈ ആർത്രോഡിയൽ മെംബ്രെയിൻ. പറഞ്ഞോടാ. യെസ് മക്കളെ, ആർത്രോഡിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ജോയിൻസ് ദ സ്ക്ലീറൈഡ്സ് അല്ലേ, ടെർഗൈറ്റിനെയും സ്റ്റേണൈറ്റിനെയും ജോയിൻ ചെയ്യും. ടെർഗൈറ്റ് എവിടെയാ? ഡോർസലി ടെർഗൈറ്റ്. സ്റ്റേണ നമ്മുടെ ബോഡിയിലും വെൻട്രലാ, വെൻട്രൽ സ്റ്റേണൈറ്റ്, ഡോർസൽ ടെർഗൈറ്റ്. കണക്ട് ചെയ്യാൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആർത്രോഡിയൽ മെംബ്രെയിൻ ഓൺ ടു ദ സൈഡ്സ്. യെസ്, ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. നൗ ദ നമ്പർ ഓഫ് സ്പാർക്കിൾസ്. യെസ്, റെസ്പിറേഷൻ എന്ന ക്വസ്റ്റ്യൻ വന്നില്ല എന്ന ഡൗട്ട് വേണ്ട. നമ്പർ ഓഫ് സ്പാർക്കിൾസ് പ്രസന്റ് ഇൻ കോക്രോച്ച് ആർ. സ്പൈറക്കിൾസ് നമുക്കറിയാം, ദേ ആർ ദ ഓപ്പണിങ്സ് ഓഫ് ട്രക്കിയ. ട്രക്കിയയുടെ ഓപ്പണിംഗ് ആണ്. ലാറ്ററൽ സൈഡ് ഓഫ് ദ കോക്രോച്ച്, സൈഡിലായിട്ടാണ് നമ്മൾ എന്ത് കാണുക? നമ്മുടെ സ്പൈറക്കിൾസ് കാണുക. ഇവർക്ക് സ്പിങ്ചേഴ്സ് ഗാർഡഡ് ആണ്. എന്നാൽ എത്ര പേര് ട്രക്യോൾസ് ആണുള്ളത്? യെസ്, 10 pairs ഓഫ് സ്പൈറക്കിൾസ് ആണ് നമുക്കുള്ളത് ഓൺ ടു ദ ലാറ്ററൽ സൈഡ്സ് വിച്ച് ആർ ഗാർഡഡ് ബൈ സ്പിങ്ക്ടേഴ്സ്. ഇവർ നേരെ ട്രക്കിയയിലേക്ക് ഓപ്പൺ ചെയ്യും, ട്രക്യോൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരും. ക്വസ്റ്റ്യൻ നമ്പർ 36. The blood of cockroach contains no respiratory pigment. It means that respiratory pigment ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നേരത്തെ തെറ്റിച്ചു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ഉണ്ട്, തെറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. വേഗം പോരട്ടെ. റെസ്പിറേഷൻ അനറോബിക് ഒന്നും അല്ല. കോക്രോച്ച് ഹാസ് നോ റെസ്പിറേഷൻ, തെറ്റാണ്. ഓക്സിജൻ ഗോ ഇൻ ടു ടിഷ്യൂ ഫ്രം വാട്ടറോ? അല്ല. ഓക്സിജൻ ഗോ ഡയറക്ട്ലി ഇൻ ടു ദ ടിഷ്യൂ ത്രൂ ട്രക്കിയൽ സിസ്റ്റം. ട്രക്യൂൾസ് വഴി ഡയറക്റ്റ് ഡിഫ്യൂഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 37. മൊസൈക് വിഷൻ മീൻസ്. ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പാർട്ട്. മൊസൈക് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊസൈക് വിഷൻ മീൻസ് യെസ്, മോർ സെൻസിറ്റിവിറ്റി, ലെസ് റെസൊല്യൂഷൻ. കുറേ കാണാം എന്നാൽ റെസൊല്യൂഷൻ കുറവാണ്. ഇത് തിരിഞ്ഞു പോകരുത്. ആരെങ്കിലും തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോഡ് ഉപയോഗിച്ച് അത് സെറ്റാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 38. ഇൻ ദ ഹെഡ് റീജിയൻ ഓഫ് കോക്രോച്ച് ദ ബ്രെയിൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ. ഹെഡ് റീജിയൻ ഓഫ് കോക്രോച്ചിലെ ബ്രെയിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് പാർട്ടാണ്? ഈ ബ്രെയിനാണ് നമുക്കറിയാം ആൻറ്റിനയ്ക്കും അതുപോലെ കോമ്പൗണ്ട് ഐയിലേക്കുമുള്ള ന്യൂറോൺസ് കൊടുക്കുക. പക്ഷേ ഈവൻ നമ്മൾ ഹെഡ് മുറിച്ചാലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് 3 ഗാംഗ്ലിയൻ പെയേഴ്സ് തൊറാക്സിലും അതുപോലെ 6 ഗാംഗ്ലിയൻ പെയേഴ്സ് അബ്ഡോമിനിലും ഉണ്ട്. അപ്പോൾ സ്പ്രെഡ് ഔട്ട് ആണ് നെർവസ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ തല മുറിച്ചാലും അവർക്ക് സുഖമായിട്ട് ജീവിക്കാം. ബട്ട് ഹെഡിലുള്ള ബ്രെയിൻ എന്ന് പറയുന്നത് സുപ്രാ ഈസോഫാജിയൽ ഗാംഗ്ലിയൻ. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 39. Given below are the statements depicting function of different parts of alimentary canal of cockroach. Correlate these functions with their respective organ. കോക്രോച്ച് അങ്ങറ്റം ഇങ്ങറ്റം എല്ലാ പോയിന്റും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം കോക്രോച്ച്. നമുക്ക് ഫ്രോഗിനെ തകർക്കണ്ടേ? ഫ്രോഗിനല്ലേ തകർക്കുക? യെസ്, എനിക്ക് നല്ല മെമ്മറിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രോഗാന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ. അപ്പോൾ കോക്രോച്ചിൻ്റെ എല്ലാ സിസ്റ്റവും ടച്ച് ചെയ്തു. ആളുടെ മോർഫോളജി നോക്കി, അനാറ്റമിയിൽ നമ്മൾ ഡൈജസ്റ്റ് നോക്കി, റെസ്പിറേഷൻ നോക്കി അല്ലേ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സർക്കുലേഷനിലേക്ക് നോക്കി. അത് കഴിയുമ്പോൾ നമ്മൾ എക്സ്ക്രീഷൻ നോക്കി.
സെൻസ് ഓർഗൻസ് നോക്കി, നെർവസ് സിസ്റ്റം നോക്കി, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എല്ലാത്തുനിന്നും ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ഹൗ ദ ക്വസ്റ്റ്യൻസ് ആർ ബീങ് ആസ്ക്ഡ്. ഇതിന് മുകളിലൊരു ക്വസ്റ്റ്യൻ സ്വപ്നങ്ങളിൽ മാത്രം. അപ്പോൾ നോക്കിക്കോടാ, ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾസിന് സഹായിക്കുന്നത് ഗിസാർഡ് ആണ്. അപ്പോൾ ഗ്യാസ്ട്രിക് സി കെ മാൽഫിജൻ ട്യൂബിലും വന്ന ഓപ്ഷൻ കട്ട് ചെയ്തു. അടുത്ത സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റിക് ജ്യൂസ് ഗ്യാസ്ട്രിക് സി കെ ആണ്. സോ ദ ആൻസർ ഷുഡ് ബി സെക്കൻഡ് ഓപ്ഷൻ. ക്ലിയറിംഗ് ഓഫ് ഹീമോലിംഫ് മാൽഫിജിയൻ ട്യൂബ്യൂളാണ്. ക്ലിയറിംഗ് ഓഫ് ഹീമോലിംഫിന് സഹായിക്കുക. They helps in excretion. Now going to cockroach. The cockroach start ചെയ്യുന്നു. First question. Cloacae in male frog has the opening of. Cloacae ആണ് അവരുടെ അടിപൊളി സ്ട്രക്ചർ. ആൻഡ് ക്ലോയാക്കയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന സ്ട്രക്ചറുകൾ ഏതാണ്? അപ്പോൾ നമ്മൾ കോക്രോച്ച് കംപ്ലീറ്റ് ടച്ച് ചെയ്ത് എല്ലാ പോയിന്റ്സും കവർ ചെയ്ത് നമുക്ക് ഡൗട്ട് വരുന്ന എല്ലാ പോയിന്റ്സും കണ്ട് നമ്മൾ അടുത്ത ഫ്രോഗിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഫ്രോഗ് തകർക്കാം. യെസ് ചിത്ര, നല്ലൊരു തവളക്കുട്ടിയാണല്ലോ ഇത്. ഞാൻ വരയ്ക്കുന്ന തവളയെപ്പോലെ ഉണ്ട്. റെക്റ്റം, യൂറോജനീഷ്യൽ ഡക്റ്റ്, യൂറിനറി ബ്ലാഡർ ആൻഡ് റെക്റ്റം. യൂറോജനീഷ്യൽ ഡക്റ്റ് മെയിൽസിനാണെങ്കിൽ യൂറോജനീഷ്യൽ ഡക്റ്റ് ആണ്. കാരണം നമുക്കറിയാം യൂറീത്ര വഴി തന്നെയാണ് സ്പേമും വരുന്നത്. യൂറിനറി ബ്ലാഡർ അവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്, റെക്റ്റം അവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 41. ഇൻ സെറിബെല്ലം, ഇഫ് സെറിബെല്ലം ഈസ് റിമൂവ്ഡ് ഫ്രം ദ ബ്രെയിൻ ഓഫ് ഫ്രോഗ് ഇറ്റ് ലോസസ്. നമ്മുടെ ബ്രെയിനിലെ പോലെ തന്നെ സെറിബെല്ലം പോയാൽ എന്ത് പണി കിട്ടും? ഇത് ഈവൻ ഫ്രോഗ് അല്ല, ഹ്യൂമണിന് ചോദിച്ചാലും നിങ്ങൾക്ക് സെയിം ആൻസർ എഴുതാം. സെറിബെല്ലം പോയാൽ എന്ത് പണി കിട്ടും? മക്കളെ വേഗം പറ, എന്ത് പണി കിട്ടും? യെസ്, സെറിബെല്ലം പോയാൽ ഇക്വിലിബ്രിയം ലോസ് ചെയ്യും. കാരണം ഈ റീജിയനാണ് റീജിയൻ ഓഫ് ഇക്വിലിബ്രിയം വരിക. അതുകൊണ്ടല്ലേ നമ്മൾ പറയുക, നമ്മൾ വെള്ളടിക്കാൻ കാണും ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ പാമ്പ് പോലെ നടക്കുന്ന പറയുന്നതിന് കാരണം യെസ് ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ദി സെറിബെല്ലം വിച്ച് ഇസ് ദ റീജിയൻ ഫോർ ബാലൻസ്. ഇവിടെ നിന്നാണ് ഡയറക്റ്റ് ഇൻഫർമേഷൻ നമ്മളുടെ ഇന്നർ ഇയറിലേക്ക് പോകുന്നത്. നൗ question number 42. Select the correct route of passage of sperms in male frog. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് ചോദ്യം. ഹൈലൈറ്റ് ചോദ്യമാണ്. കാരണം ഈ ചോദ്യം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഇഫ് a question is asked from frog, the question has to come from this region എന്ന് നമുക്ക് പറയാം. കാരണം നമ്മൾ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ ഈ ഒരു സെഗ്മെൻ്റ് ആണ്. കിഡ്നി, ആടെയായിട്ട് ടെസ്റ്റസ്, വോസഫറൻഷ്യ, ത്രൂ കിഡ്നി ബിഡേഴ്സ് കനാൽ ഇൻടു ദി യെസ് യുറീത്ര. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് ടെസ്റ്റസ്, വോസഫറൻഷ്യ 10 to 12 in number, കിഡ്നിയിൽ കയറിയ ശേഷം ബിഡേഴ്സ് കനാൽ, യൂറോജനീഷ്യൽ ഡക്റ്റ് ഇൻടു ദി ക്ലോയോക്ക. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ഓക്കെ ആണ്. കാരണം കിഡ്നി വഴിയാണ് ബിഡേഴ്സ് കനാലിലേക്ക് എൻ്റർ ചെയ്യുക. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ. ഓക്കെ, കിഡ്നി ഫങ്ഷണലി അറ്റാച്ച്ഡ് ആണ് male reproductive structure. Question number 43. The system for control and coordination on frog comprises of. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇൻ ഫ്രോഗ് ഏതൊക്കെ സിസ്റ്റംസ് ആണ് ഹെൽപ്പ് ചെയ്യുക? ഈസി ക്വസ്റ്റ്യൻ. പറഞ്ഞോ. യെസ് മക്കളെ, ഹൈലി ഇവോൾവ് ആയിട്ടുള്ള ന്യൂറൽ എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ട്. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. The medulla oblongata passes out through dash and continues as spinal cord which is enclosed in the vertebral column. ഏത് ഊട്ട വഴിയാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ സ്പൈനൽ കോഡായിട്ട് ഡിസെൻഡ് ചെയ്യുക? ഈവൺ ഇൻ അവർ ബോഡി അത് അങ്ങനെയാണ്, നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിലും അതങ്ങനെയാണ്.
യെസ്, ഈവൻ ദ ബിഗസ്റ്റ് ഓപ്പണിംഗ് ഇൻ അവർ സ്കൾ, ഫൊറാമൻ മാഗ്നം. നമ്മുടെ ബ്രെയിനിലായാലും ഫ്രോഗിൻ്റെ ബ്രെയിനിലായാലും ഒസിപ്പിറ്റൽ ബോണിലുള്ള ഫൊറാമൻ മാഗ്നം എന്ന് പറയുന്ന, നമ്മൾ സ്കള്ളൊക്കെ വെച്ചാണ് ഈ ഒരു പാർട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫൊറാമൻ മാഗ്നമൊക്കെ മിസ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ബിഗ് കൂട്ട വഴിയാണ് സ്പൈനൽ കോഡ്, മെഡിലിൽ നിന്ന് സ്പൈനൽ കോഡ് ഡിസെൻഡ് ചെയ്യുന്നത്. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 45. ദ ഫോർബ്രെയിൻ ഓഫ് ഫ്രോഗ് കൺസിസ്റ്റ് ഓഫ്. ഫോർബ്രെയിൻ ഓഫ് ഫ്രോഗ് കൺസിസ്റ്റ് ഓഫ്. ഫോർ ബ്രെയിനിൽ എന്തെല്ലാം ഉണ്ട്? ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട് അല്ലേ? നമ്മുടെ ഫോർ ബ്രെയിനിൽ നിന്നൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമുക്കറിയാം അവരുടെ ബ്രെയിനെയും ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻ ബ്രെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഹൈൻ ബ്രെയിനിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെ പോൺസ് ഇല്ല, ജസ്റ്റ് മെഡുല സെറിബെല്ല ആണ്. നമുക്കറിയാം മിഡ് ബ്രെയിനിലാണ് അവർക്ക് ഒപ്റ്റിക് ലോബ്സ് ഉള്ളത്. എന്നാൽ ഫോർ ബ്രെയിനിൽ എന്താണ് പ്രത്യേകത? അവർക്ക് ഓൾഫാക്ടറി ലോബ് ഉണ്ട്, അൺപെയർഡ് ഡയൻസെഫ്ലിൻ. നമുക്ക് പെയർഡ് ഡയൻസെഫ്ലിൻ ആണ്. ദേ ഹാവ് എ പെയർഡ് സെറിബ്രൽ ഹെമിസ്ഫിയർ. സോ ആൻസർ ഈസ് all of the above. Question number 46. The midbrain of frog is characterized by a pair of midbrain. എന്താണുള്ളത്? മിഡ്ബ്രെയിനിൽ എന്താണ് കാണുക? It consists of yes, not olfactory, it is in the forebrain, cerebellum in the hindbrain, optic lobe in the midbrain, cerebral hemisphere in the forebrain. അല്ലേ മക്കളെ? Question number 47. Hindbrain of frog consists of. hindbrainൽ എന്താണുള്ളത്? യെസ്, മെഡില്ല ഒബ്ലാങ്കട്ട ആൻഡ് പോൺസ് ആണോടാ? സെറിബെല്ലം only? തെറ്റാണ്. സെറിബെല്ലം ആൻഡ് മെഡുല ഒബ്ലാങ്കട്ട, there is no pons in them. So it's not cerebrum and medulla oblongata, it is cerebellum. Ma'am, WhatsApp community does not exist. ആണോടാ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോടാ. Question number 48. Identify the option that is incorrect regarding Rana tigrina. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ ഇൻകറക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഫ്രോഗ് ഫ്രം ദി സ്റ്റാർട്ട് നമ്മൾ മോർഫോളജി ഡിസ്കസ് ചെയ്യും. മോർഫോളജിയിൽ ഹെഡ് ആൻഡ് ട്രങ്ക് ഉള്ള ബോഡിയാണ്, ഒലീവ് ഗ്രീൻ ആയിട്ടുള്ള ഡോസൽ പാർട്ട്, പെയിൽ യെല്ലോ ആയിട്ടുള്ള വെൻട്രൽ പാർട്ട്, ഫോർ ലിംബ്, ഹൈൻ ലിംബ്. ഫോർ ലിംബിൽ 4 ഡിജിറ്റ്, ഹൈൻ ലിംബിൽ 5 ഡിജിറ്റ്സ് ആണുള്ളത്. അതിൽ വെബ് ഫീറ്റ് ആണ്. ഇവിടെ നമുക്കറിയാം മെയിൽ ഫ്രോഗിനെ ഫീമെയിലിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന 2 ഫീച്ചേഴ്സ് ഉണ്ട്. ഒരെണ്ണം നമ്മുടെ ന്യൂപ്ഷ്യൽ പാഡ്, അതർവൈസ് കോൾഡ് ആസ് എ കോപ്പുലേറ്ററി പാഡ് ഓൺ ദ മെയിൽ ഫോർ ലിംബ്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മെയിൽസിലുള്ള ഓക്കൽ സാക്സ് ആണ്. ഇത് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ നേരെ പറയുക അവരുടെ അനാറ്റമി. ഫസ്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഓൾമോസ്റ്റ് ലൈക്ക് ഹ്യൂമൻ അല്ലേ? അവർക്ക് ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ട്. ആകെയുള്ള വ്യത്യാസം അവരുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് വെരി സ്മോൾ ആൻഡ് കോമൺ ബൈൽ ഡക്റ്റ് വഴിയാണ് പാൻക്രിയാറ്റിക് ആൻഡ് ഹെപ്പാറ്റിക് ജ്യൂസ് അകത്തേക്ക് വരിക. അത് കഴിഞ്ഞ് റെസ്പിറേഷൻ നമ്മൾ പറയുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്ന മുമ്പേ വാസ് എഫിഷ്യൻസി ഓഫ് മെയിൽ ഫ്രോഗ് ട്രാൻസ്പോർട്ട് സ്പേം ഇൻ ടു ദ ബൈഡേഴ്സ് കനാൽ. കറക്റ്റാണ്. Bidder's canal is located inside the kidney. Correct ആണ്. Male ureter is called urogenital tract duct. കാരണം നമുക്കറിയാം അതുവഴിയാണ് സ്പേമും യൂറിനും പുറത്തേക്ക് വരിക. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോട്ട് ഫങ്ഷണലി കണക്റ്റഡ്. അത് ശരിക്കും കിഡ്നിയുടെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഫങ്ഷണലി കണക്റ്റഡ് ടു ദ കിഡ്നി അല്ല അല്ലേ? അവിടെ ഓവം വരുന്നത് ഡയറക്റ്റ് ഓവിഡക്റ്റ് വഴിയാണ് ക്ലോയോക്കയിലേക്ക് റീച്ച് ചെയ്യുക. Question number 49. In frogs, sensory papillae, taste bud and nasal epithelium are dash, while eye and internal ear are well organized structure. ഇതൊരു ട്വിസ്റ്റാണ്. കാരണം ഒന്ന് ശ്രദ്ധിക്കാതെ പോവാവുന്ന സെൻസ് ഓർഗനിലെ സെൻസ് ഓർഗൻസ് ഉണ്ട്. പക്ഷെ എന്താണ് ഈ സെൻസ് ഓർഗൻസ്? നമ്മൾ പറയുന്ന ഈ സെൻസറി പാപ്പിലെ, ടേസ്റ്റ് ബഡ്, നേസൽ എപ്പിത്തീലിയം എന്താണ്? എന്താണ്? Very good. They are cellular aggregates around the nerve ending.
അവർ സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് ഒന്നും അല്ല, ജസ്റ്റ് സെൽസ് അറൗണ്ട് നെർവ് എൻഡിങ് ആണ്. ഓക്കെ, സോ ആൻസർ ഈസ് fourth option. And going to next question, identify the incorrect statement about frog. Incorrect statement about frog. പാരാതൈറോയ്ഡ് ഗ്ലാൻഡും പിനിയൽ ഗ്ലാൻഡും അവരുടെ ബോഡിയിലുണ്ട്, കറക്റ്റാണ്. അടുത്ത തന്നിരിക്കുന്നത് എന്താ? ദർ ആർ 12 pairs of cranial nerves. അല്ല, they have only 10 pairs of cranial nerve. So we can say only one is correct. Answer is first option. Question number 51. Match the column 1 and 2. Match column 1 and 2. Forebrain, you have olfactory lobe. Midbrain, you have optic lobe. And hindbrain, you have cerebellum. So CR, answer is fourth option. Now going, in frog, male reproductive organ consists of a pair of dash testes which are found adhered to the upper part of kidney by double fold of peritoneum called as dash. Yes? വേഗം ചെയ്തോ. അപ്പം ഇപ്പോഴേക്കും നിങ്ങളെ കൂട്ടുകാരൊക്കെ എണീറ്റ് കാണും. പെട്ടെന്നൊന്ന് കൂട്ടുകാർക്കൊക്കെ ഓടിച്ചിട്ട് ഷെയർ ചെയ്യുക. എന്നിട്ട് പറയുക ഓടി വന്ന് ക്ലാസ്സിലിരിക്കുക, ബയോമോളിക്യൂൾസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ വി ആർ ഗോയിങ് ടു ദ ലാസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. പറഞ്ഞോടാ, ഭയങ്കര സിമ്പിളാണ്. എനിക്ക് തെറ്റുപറ്റിയാണോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് തെറ്റുപറ്റിയാണോ? എൻ്റെ കണ്ണുകൾക്കാണോ മക്കളെ മിസ്റ്റേക്ക്? ഓ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ആണ് പോകുന്നത്. എന്ത് പറ്റി ഒരു ചെറിയ ലാഗ്? യെസ്, നമുക്കറിയാം യെല്ലോ ഓവോയിഡ് സ്ട്രക്ചറാണ്. ഇനി മിസോവേറിയം എന്ന് പറയുന്നത് ഓവറി അറ്റാച്ച് ചെയ്യുന്ന ലിഗമെന്റ്സ് ആണ്. മിസോച്ചിയം ഈസ് ദ പെരിറ്റോണിയം വിച്ച് അറ്റാച്ചസ് ടെസ്റ്റിസ്. സോ ആൻസർ ഈസ് third option. Question, the number of vas efferentia that arise from the testes in frog male reproductive system is? Male reproductive systemത്തിൽ നിന്ന് arise ചെയ്യുന്ന vas efferentiaയുടെ നമ്പർ എത്രയാണ്? ഹായ് ജെബി. ബ്ലൂ സ്പാനറുമായിട്ട് ജെബിയും എത്തിയിരിക്കുന്നു. ഇവരൊക്കെ ക്ലാസ് നോക്കി പഠിക്കുന്നുണ്ട് മക്കളെ. ആണോ ചിത്ര? അതിനിടയ്ക്ക് ചിത്ര എവിടെ പോയി? കാപ്പി പിടിക്കാൻ പോയിന്. നമ്മുടെ ജെബി സാർ എത്തിയിട്ടുണ്ട്. ഉറക്കണിക്കുന്ന സമയം കണ്ടാ 8:45. കഷ്ടാണ് ബായ്. പിള്ളേരൊക്കെ 7 മണിക്ക് എണീച്ച് പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞാണ് നല്ലോണം പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ നേരത്തെ ക്ലാസ്സിലെത്തണം ജെബി. 7 മണിക്ക് ക്ലാസ്സിലെത്തണം. 6:45 വന്ന് വെയിറ്റ് ചെയ്യണം. പഠിച്ച് വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗൈസ്, ജെബി പിന്നെയും പോയി. ജെബി ഈ പ്രാവശ്യത്തെ നീറ്റ് നോക്കണ്ട കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. 6 മണിക്ക് വരുന്നുണ്ട്. ഇവൻ SD വരെ ഒരു 7:30 7:45 ആയപ്പോഴേക്കും ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. മക്കളെ, നിങ്ങളാരും അറിഞ്ഞില്ലെങ്കിൽ അറിയുക, എന്നെ സിനിമയിൽ എടുത്തിട്ടുണ്ട്. ഒരു സിനിമ എടുത്ത് എന്നെ റിലീസ് ചെയ്യും. അപ്പം എനിക്ക് വേറൊരു ഭാവിയുണ്ട്. ജെബി, നീറ്റ് എഴുതിയെടുത്തില്ലെങ്കിൽ താങ്കൾക്ക് ഭാവിയില്ലല്ലോ. എന്നെ ചെറുതായിട്ട് സിനിമ എടുത്തു ഗൈസ്. ആശാനെ എന്നെ സിനിമയിലെടുത്തു ഗൈസ്. എൻ്റെ കഴിവ് കൊണ്ട്
നിങ്ങളോട് ഞാൻ ഈ കിടക്കുന്ന ക്ലാസ്സുകൾ കണ്ട് അങ്ങനെ എന്നെയും സിനിമ എടുത്തു. എൻ്റെ സിനിമ അടുത്ത് തന്നെ റിലീസാവുന്നതാണ്. അതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതല്ല. അപ്പോൾ പെട്ടെന്ന് എന്നെ കണ്ടോളൂ മക്കളെ. എന്ത് ചെയ്യാം, കഴിവ് ഏത് മേഖലയിലും കഴിവ് തെളിയിച്ചു. ജേബി ഇങ്ങനെ പഠിക്കാതെ നടന്നോ? ഇപ്രാവശ്യമെങ്കിലും നീറ്റ് എഴുതിയെടുക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല ഗൈസ്. നിങ്ങൾ അതിനേക്കാൾ നല്ലോണം ആൻസർ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ജേബി കഴിവ് തെളിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊരു ഓപ്പൺ ചലഞ്ചാണ്. അപ്പം മക്കളെ, ഇതിൻ്റെ ആൻസർ എന്താ പറയുക? 10 to 12. കോപ്പി അടിക്കാതെ ആദ്യം തന്നെ ജേബി സാർ ആൻസർ ചെയ്യുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പം നോക്കിക്കോടാ, ക്വസ്റ്റ്യൻ നമ്പർ 54. In male frog, cloaca is a small median chamber that is used to pass. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെയിൽ ഫ്രോഗിലും ഫീമെയിൽ ഫ്രോഗിലും ഒരു ഡിഫറൻസ് ഉണ്ട്. ക്ലോയോക്ക എന്ന് പറയുന്ന കോമൺ മീഡിയൻ ആയിട്ടുള്ള ചാനലിലേക്ക് മെയിലിലും ഫീമെയിലും പോകുന്ന സബ്സ്റ്റൻസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ജെബി, മെയിലിലും ഫീമെയിലും ഡിഫറൻ്റ് ആണ്. പറയൂ, മെയിലിൽ എന്താണ് പാസ് ചെയ്യുന്നത്? ക്ലോയോക്ക വഴി മെയിലിൽ എന്താണ് പാസ് ചെയ്യുന്നത്? യെസ്, ഇറ്റ്സ് ഫീക്കൽ മാറ്റർ, ഇറ്റ്സ് യൂറിൻ ആൻഡ് സ്പെർം. എല്ലാവരും ആൻസർ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ജെബി ഇരിക്കുകയാണ്. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ആൻസർ ഇസ് ഫോർ all of the above. But in females, ഞാൻ പറയാമെന്ന് പൊക്കോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ അപ്പോൾ പറഞ്ഞോ. അപ്പോൾ ഫീമെയിൽസിലാണെങ്കിൽ നേരെ തിരിച്ച് അവർക്ക് ഓവം, യു ഹാവ് യൂറിൻ ആൻഡ് ഫീക്കൽ മാറ്റർ. ആൻഡ് എഗെയിൻ യൂറോജെനീഷ്യൽ ട്രാക്റ്റ് അവർക്കില്ല. നമുക്കറിയാം അവർക്ക് ഓവിഡക്റ്റ് ഇസ് എ സെപ്പറേറ്റ് ട്രാക്റ്റ് ആൻഡ് you have the separate ureter opening into the cloaca. Okay അല്ലേ? Now going to the last question. ഇത് ജെബി ചെയ്തോട്ടെ. എല്ലാവരും ഒച്ചിരി നേരം വെയിറ്റ് ചെയ്യുക. ജെബിയാണ് ഫസ്റ്റ് ഇതിൻ്റെ ഉത്തരം പറയുന്നത്. ഇപ്രാവശ്യത്തെ നീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. SD-യുടെ ഭീഷണി ഉണ്ടായിരുന്നു, ഇപ്പം ജെബിയുടെ ഭീഷണി ഉണ്ട്. നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ വരുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. ടീച്ചേഴ്സൊക്കെ ക്ലാസ് കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഫിസിക്സ് കെമിസ്ട്രി ക്ലാസ്സുകളിൽ കയറുന്നുണ്ട്, കാര്യമായിട്ട് പഠിക്കുന്നു. പക്ഷെ ഞാൻ എഴുതിയില്ലേ? അത് ശരിയാണല്ലോ. സോറി ഗൈസ്, ഞാൻ മാറ്റി കളഞ്ഞിരിക്കുന്നു. ഫിഗർ ഗിവൺ ബിലോ ഇല്ലുസ്ട്രേറ്റ്സ് അബൌട്ട് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ എ ഫ്രോഗ്. സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് ലേബൽ പാർട്സ് ആർ കറക്റ്റ്ലി ഐഡൻറ്റിഫൈഡ്. D, C, B, A. വേഗം ആയിക്കോട്ടെ ജെബിക്കാണ് ക്വസ്റ്റ്യൻ. ഡി ഏതാണ്, സി ഏതാണ്, ബി ഏതാണ്, എ ഏതാണ്? കുട്ടികൾ കോരി തരികയാണ് ഉത്തരം പറയാൻ. 4. എല്ലാത്തിനും 4 ആണ് ഉത്തരം എന്ന് വിചാരിക്കരുത് ജെബി. അങ്ങനെയല്ല. ജെബി പറഞ്ഞു, ഇനി നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്. ജെബി 4 പറഞ്ഞു, ഇനി നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്, ഉത്തരം പറഞ്ഞു കൊടുക്ക്. മുന്നിലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാമല്ലോ. ഡോണ്ട് വെറി. അപ്പോൾ നോക്കിക്കോടാ മക്കളെ, ഡി എന്ന് പറയുന്നത് ഓവിഡക്റ്റ് ആണ്. അപ്പോൾ ഡി ഓവിഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷനിൽ യൂറിനറി ബ്ലാഡർ തെറ്റി, സെക്കൻഡിൽ ഓവിഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, തേർഡിലും ഫോർത്തിൽ യൂറീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ജെബി 1 തെറ്റല്ലേ? ജെബി കണ്ട് 5 പിള്ളേർ തെറ്റിച്ചല്ലോ. അപ്പോൾ ഓവിഡക്റ്റ് ആണ് മക്കളെ ഡി. ഓക്കെ അല്ലേ? സി എന്ന് പറയുന്നതാണ് യൂറീറ്റർ. സി യൂറീറ്റർ കൊടുത്തിട്ടുണ്ട് 2 ഓപ്ഷനിലും. ഇവിടെ ബി എന്ന് പറയുന്ന ക്ലോയോക്കൽ അപ്രേച്ചർ ആണ്. ഇതാണ് ക്ലോയോക്ക, നമ്മുടെ മീഡിയൻ ക്ലോയോക്കയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്ലോയോക്കൽ അപ്രേച്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ക്ലോയോക്കൽ അപ്രേച്ചർ ഇസ് ബി. ദ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആണ്. ആൻഡ് എ ഈസ് യൂറിനറി ബ്ലാഡർ. ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. നോട്ട്സ് കിട്ടും ഋതു നോട്ട്സ് കിട്ടിട്ടോ. സോ ആൻസർ ഈ സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ജെബി പൊട്ടിച്ചിരിക്കുന്നു. ദ 55 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ 55 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൈയടി, കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തേക്കുന്നു. ഇനി നേരെ ബയോമോളിക്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ പെട്ടെന്ന് ഇതിൻ്റെ സ്കോർ ഒന്ന് പറഞ്ഞേ. ജെബിക്കോ, ഇനി നമ്മൾ ബയോമോളിക്യൂൾസ് പഠിക്കാൻ പോകണം. ഓടിപ്പോക്കോ. ഈ വർഷം ചാൻസ് ഇല്ല. 2026 ചെക്ക് ചെയ്യാം. പഠിപ്പിച്ചു തരാം കേട്ടോ. 2026 ചെക്ക് ചെയ്യാം. അപ്പം നോക്കടാ, അങ്ങനെ ഒരു കോമ്പറ്റീറ്ററിനെയാണ് നമ്മൾ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിട്ടത്.
അതുകൊണ്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ ഒരിക്കലും നിരുത്സാഹപ്പെടരുത്. നമ്മളതിൽ നിന്ന് ഉത്തരം പഠിക്കും. യെസ്, 168 55 into 4 is equal to 220. Out of 220 ആണ്. 7th question. ചെക്ക് ചെയ്യാലോടാ. 7th question from this part അല്ലേടാ മക്കളെ. It forms the lining of cavities of alveoli of lungs. Simple epithelia ആണ്. Yes. It forms the lining of wet surface of buccal cavity and esophagus. അത് compound epithelia ആണ്. It occurs in the duct of sweat gland. Sweat gland in a duct form ചെയ്യുന്നില്ല, but it forms the lining of salivary gland and sweat gland. Sweat gland, salivary gland in a lining form ചെയ്യുന്ന simple epithelia ആണ്, because it helps in secretion. മക്കളെ secretion എന്ന് പറയുന്നത് simple epitheliaത്തിന്റെ ജോലിയല്ലേടാ? ആണ്. Then it is a loose connective tissue. തെറ്റാണ്. So you get answer 1 and 4. അപ്പോൾ ദാ ബയോമോളിക്യൂൾസിലേക്ക് പോവാം. സെറ്റല്ലേ? എല്ലാവരുടെയും മാർക്കൊക്കെ ഒന്ന് നോക്കട്ടെ. പൊട്ടിപ്പാളീസായോ നമ്മളൊന്ന് നോക്കട്ടെ. $200 on 220. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓടിപ്പോയി ഒന്ന് ലൈക്ക് അടിച്ചാൽ നമ്മുടെ സെക്കൻഡ് റൗണ്ടിലും നമ്മൾ തകർത്ത് വിജയം കൊണ്ടാടിയിരിക്കുന്നു. So let's move to the last part, which is biomolecules. Let's get started. 34 questions from biomolecules. The first question. Lining of salivary gland. ഒരു സെക്കൻഡ് ആൻ. 1 second. അയ്യോ, അതിൽ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ഡക്റ്റും ഗ്ലാൻഡും കൊടുത്തിട്ടുണ്ട്. 1 second കേട്ടോ മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ ചെയ്യുക. ബൈ ദ ടൈം നമുക്കൊന്ന് 7ലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ലൈനിങ് ഓഫ് സലേവറി ഗ്ലാൻഡ് അല്ല, ഡക്റ്റ് ഓഫ് സലേവറി ഗ്ലാൻഡ് ആണ്. ഇറ്റ്സ് കറക്റ്റ്. 1 നോ അല്ലടാ, ഇറ്റ്സ് നോട്ട് ദാറ്റ്. 1 and 4 തന്നെയാണ് വരിക. ആൻഡ് ആക്ച്വലി the lining of salivary gland and sweat gland is a simple epithelium. It should be either simple അല്ലെങ്കിൽ cuboidal epithelium ആയിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് സെക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലടാ, സോറി, 1 second. Lining of the ducts of sweat gland is a compound epithelium. സിമ്പിൾ കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണ്. സോറി ഗൈസ്. ദ ക്വസ്റ്റ്യൻ നമ്പർ 7 നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. താങ്ക് യു ആൻഡ്. ഡക്റ്റ് ഓഫ് സോറി ഗൈസ്, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് ഒന്ന് വരാം. താങ്ക് യു ആൻഡ്. നമ്മളവിടെ ഒരു കുഞ്ഞ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇറ്റ് ഫോംസ് ലൈനിങ് ഓഫ് ക്യാവിറ്റി ഓഫ് ആൽവിയോളി ഓഫ് ലങ്സ്. കറക്റ്റ് ആണ് അല്ലേ? ആൽവിയോളി ഓഫ് ലങ്സിൻ്റെ ലൈനിങ് ഫോം ചെയ്യുന്നുണ്ട്, കാരണം അത് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. ഫോംസ് എ ലൈനിങ് ഓഫ് വെറ്റ് സർഫേസ് ഓഫ് ബക്കൽ ക്യാവിറ്റി ഈസോഫാഗസ് ഉണ്ടാവുന്നില്ല, ബിക്കോസ് ഇറ്റ് ഇസ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഇറ്റ് ഫോംസ് എ ഡക്റ്റ് ഓഫ് സ്വെറ്റ് ഗ്ലാൻഡ്. യെസ്, ഡക്റ്റ് ഓഫ് സ്വെറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് സിമ്പിൾ ക്യൂബോയിഡൽ അല്ലെങ്കിൽ കോളുമിനർ എപ്പിത്തീലിയം ആയിരിക്കും. ഇറ്റ്സ് കറക്റ്റ്. Okay, then you see the formation of lining of salivary gland and sweat gland. It is compound epithelium. Lining ആണ് പറഞ്ഞിരിക്കുന്നത് ഗ്ലാൻഡിന്റെ. ഇറ്റ്സ് നോട്ട് ദ ഡക്റ്റ്, ഇറ്റ്സ് എ ലൈനിങ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ്സ് ഔട്ടർ ലൈനിങ് വിച്ച് ഇസ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. കറക്റ്റ് ആണ് കേട്ടോ. ഇറ്റ്സ് റോങ് ആൻഡ് ഇറ്റ്സ് എ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഇസ് റോങ്. അപ്പോൾ നമുക്ക് പറയാം 1 and 3. ദാറ്റ് ഇസ് തേർഡ് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ. ഓക്കെ ഗൈസ്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 7, മാർക്ക് ഇറ്റ്. നൗ വി മൂവ് ടു ദി ബയോമോളിക്യൂൾസ് പാർട്ട്. ഓക്കെ അല്ലേ ഡാൻ? താങ്ക് യു ആൻ. ആനാണ് നമുക്ക് നോട്ടീസ് ചെയ്ത് തന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. അയ്യോ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഐഡൻറ്റിഫൈ ദ ട്രൂ ഓർ false statement about chitin and choose the right option. എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്തു എന്ന്.
കോമ്പൗണ്ട് ഇന്നർ ലൈനിങ് ഓഫ് ഡക്സ് ഓഫ് സലൈവറി ആൻഡ് പാൻക്രിയാറ്റിക്. പക്ഷെ നമുക്ക് സ്വെറ്റ് ആൻഡ് സലൈവറിയിൽ നമുക്ക് ഡക്സ് ഓഫ് ദി ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓൺ ദ PCT ആൻഡ് ദ ഡക്സ് ഓഫ് ദ ഗ്ലാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എടാ ആനിമൽ കിങ്ഡമാണ് ആദ്യം കഴിഞ്ഞത്, സോള ഇപ്പോഴാണോ എണീക്കുന്നത്? അതാ നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ഹോമോപോളിമർ ഓഫ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ. കറക്റ്റ് ആണ്. സോ ദാറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഫംഗൽ സെൽ വോളിൽ പ്രസന്റ് ആണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് വന്ന് 2 ഓപ്ഷൻ കട്ട് ചെയ്തു. NAG അറ്റാച്ചസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ഈസ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ അറ്റാച്ച് ചെയ്യുന്നത് β14 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് വാട്ടർ ഇൻസോളബിൾ. സോ വി ക്യാൻ സേ ഓൾ ആർ ട്രൂ. ആൻസർ ഈസ് 4th ഓപ്ഷൻ. Question number 2. So that is about sugars. പോളിസാക്രൈഡിൽ വരുന്നതാണ് കൈറ്റിൻ എന്ന് പറയുന്നത്. ഹോമോപോളിസാക്രൈഡ് ആണ് കൈറ്റിൻ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഹോമോപോളിസാക്രൈഡ്സ് പഠിക്കാനുണ്ട്. സെല്ലുലോസ് ഹോമോപോളിസാക്രൈഡ് ലീനിയർ പോളിമർ ഓഫ് ഗ്ലൂക്കോസ് ആണ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് എ ബ്രാഞ്ച് പോളിമർ ഓഫ് ഗ്ലൂക്കോസ് ഹാവിങ് എ ഹെലിക്കൽ സ്ട്രക്ചർ. ഐഡിനെ സ്റ്റോർ ചെയ്യുന്ന ആളാണ്. പിന്നെ നമുക്ക് ഗ്ലൈക്കോജൻ ഉണ്ട്, വിച്ച് ഇസ് ഓൾസോ എ ഗ്ലൂക്കോസിൻ്റെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഹെലിക്കൽ സ്ട്രക്ചർ ഇല്ലാത്ത അനിമലിലെ ഗ്ലൂക്കോസ് സ്റ്റോറിങ് സ്ട്രക്ചറാണ്. എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമിൻ വെച്ചുണ്ടാക്കുന്ന കൈറ്റിൻ ഉണ്ട്. അതുപോലെ തന്നെ ഇനുലിൻ വിച്ച് ഇസ് ഫോംഡ് ആസ് എ ഫ്രക്ടോസ് പോളിമർ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഐഡന്റിഫൈ ദ മോളിക്കുലർ സ്ട്രക്ചർ ആൻഡ് ചൂസ് ദ ഇൻകറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഷുഗർ ഏതാണെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഇന്നലെ ഞാൻ പഠിപ്പിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഷുഗർ റൈബോസ് ഷുഗർ ആണ്. സോ ഇറ്റ്സ് നോട്ട് പ്രസന്റ് ഇൻ DNA. രണ്ടാമത് നോക്കിയേ, ദ ഫസ്റ്റ് കാർബണിൽ അഡിനിൻ അറ്റാച്ച് ചെയ്തു. സോ ഇറ്റ്സ് എ ന്യൂക്ലിയോസൈഡ്. ദ 5th കാർബണിൽ നോ ഫോസ്ഫേറ്റ്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ന്യൂക്ലിയോസൈഡ്. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. എന്ത് പൊട്ടത്തരാണ് എൻ്റെ മക്കളെ എഴുതിയത്? ഇറ്റ്സ് എ ന്യൂക്ലിയോസൈഡ്. ഇറ്റ് ഈസ് എ റൈബോസ് ഷുഗർ. ഷുഗർ നോക്ക്, സെക്കൻഡ് കാർബണിൽ HOH വന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റൈബോസ് ഷുഗർ. ശ്രദ്ധിക്കടാ, ആദ്യം ഷുഗർ നോക്കണം. ഇറ്റ്സ് എ റൈബോസ് ഷുഗർ. സോ ഇറ്റ്സ് നോട്ട് പ്രസന്റ് ഇൻ DNA. രണ്ടാമത്തെ പോയിന്റ്, അഡിനിൻ ഫസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ന്യൂക്ലിയോസൈഡ്. പക്ഷേ 5th എന്ത് ആഡ് ചെയ്തിട്ടില്ല? ഫോസ്ഫേറ്റ് ആഡ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് നോട്ട് എ ന്യൂക്ലിയോടൈഡ്. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു ഗൈസ്? ക്വസ്റ്റ്യൻ നമ്പർ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ന്യൂക്ലിയോടൈഡ് ന്യൂക്ലിയോസൈഡ് വരുമ്പോൾ ആദ്യം ഷുഗർ ചെക്ക് ചെയ്യുക. അവിടെ ചൂസ് ദ ഇൻകറക്റ്റ് ആണല്ലോ. അയ്യോ കറക്റ്റ് ഓപ്ഷൻ ആണ് ഞാൻ ചെക്ക് ചെയ്തത്. ആൻസർ 4 തന്നെയാണ്. 2 and 3 സോറി ഇൻകറക്റ്റ് ആണ്. തെറ്റിപ്പോയി. അപ്പോൾ എനിക്കൊരു നെഗറ്റീവ് അടിച്ചു. ഇറ്റ്സ് എ ന്യൂക്ലിയോസൈഡ്, അതാണ് കറക്റ്റ് വരിക. ഇറ്റ്സ് നോട്ട് പ്രസൻറ്റ് ഇൻ DNA ആൻഡ് ഇറ്റ് ഇസ് നോട്ട് എ ന്യൂക്ലിയോടൈഡ്. ആൻസർ ഈസ് 4th ഓപ്ഷൻ. സോറി ഗൈസ്, ഇൻകറക്റ്റ് ആണ് കേട്ടോ. Identify the given molecular structure and choose the correct statement. സോറി ദേവിക, ആരും എൻ്റെ കണ്ണ് കുത്തിപ്പൊടിക്കരുത്. അപ്പം നോക്കിക്കോടാ, ഈ സ്ട്രക്ചർ ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഞാനാണ് തെറ്റിച്ചത്. നിങ്ങളാരും മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതേതാണ് സാധനം? വേഗം പറഞ്ഞോ. സ്ട്രക്ചർ ക്വസ്റ്റ്യൻസ് ഫുള്ള് നമുക്കറിയാം. ബയോമോളിക്യൂൾസിലെ നമ്മുടെ ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ് പേജ് കഴിഞ്ഞ് 4th പേജ് ഫുള്ള് നമുക്ക് ഡയഗ്രാം സ്ട്രക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ടിപ്പിക്കലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താ, ഇതൊരു പിരമിഡിനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ പിരമിഡിൻ. കാരണം ഇറ്റ് ഹാസ് എ സിംഗിൾ സൈക്ലിക് ബോണ്ട്. ഇനി നോക്കിയേ, സെക്കൻഡിലും 4th ഓക്സിജൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യുറാസിൽ. ഇനി നമുക്ക് നോക്കാം, ഇറ്റ്സ് എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥേൻ. ഇല്ല. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ DNA.
അല്ല, RNA. It is a substituted pyrimidine. Correct. It combines with phosphate to form nucleotide. Illa, it has to combine with sugar to form a nucleoside, which has to combine with phosphate to form a nucleotide. Answer is third option. Question number 4. Identify the given molecular formula and choose the correct option. അപ്പം ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന പാട്ടിൽ നിന്ന് നമുക്ക് ചോദിക്കാവുന്ന സ്ട്രക്ചേഴ്സ് ഇങ്ങനെയാണ് മക്കളെ. വളരെ സിമ്പിളാണ് ഈ സ്ട്രക്ചർ പഠിക്കാനുള്ള. കോഡ് മിസ് ഓൾറെഡി പറഞ്ഞിട്ടില്ലാണ്. ഇനിയും കോഡ് കിട്ടാട്ടില്ലവർ വേഗം പറയുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ വരുന്ന കണ്ടന്റ് വീഡിയോൻ്റെ താഴെ നമുക്ക് ആഡ് ചെയ്യാം. കാരണം പ്യൂരിൻസ് പിരമിഡിൻസ് നൈട്രോജീനിയസ് ബേസസിൻ്റെ സ്ട്രക്ചർ, ഹൗ ടു ഡ്രോ എ ന്യൂക്ലിയോസൈഡ്, ഹൗ ടു അണ്ടർസ്റ്റാൻഡ് എ ന്യൂക്ലിയോടൈഡ്, ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈവൻ ലൈക്ക് നൈട്രോജീനിയസ് ബേസസിനെ വരയ്ക്കാനുള്ള കുറച്ച് വീഡിയോസൊക്കെ പണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ഇറ്റ്, ഓർ എൽസ് യു ക്യാൻ ആസ്ക് ഫോർ ദാറ്റ് ഓൺ ദ കമൻറ്റ് ബോക്സ്. നമുക്ക് ആ സ്ട്രക്ചേഴ്സ് ഫുള്ള് പഠിക്കാം കേട്ടോ. ബട്ട് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഓപ്ഷൻ. ദട നോക്കിയടാ. 14 1 15 16 കാർബൺ ഉള്ള സിംഗിൾ ബോണ്ടുള്ള ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ എന്ത് പറയുക, പാൽമിറ്റിക് ആസിഡ്. ഇറ്റ്സ് എ പാൽമിറ്റിക് ആസിഡ്. 16 കാർബൺ ഉണ്ട്. ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് പാൽമിറ്റിക് ആസിഡ്. ആൻഡ് നമുക്കറിയാം സാച്ചുറേറ്റഡ് സിംഗിൾ ബോണ്ടഡ് അനിമൽ ഫാറ്റ്സ് ആണ്. അനിമൽ ഫാറ്റ്സ് നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല. സോ ഇറ്റ്സ് എ നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 5. ഹായ് ഫ്യൂച്ചർ ഡോക്ടർ, ഇത് കോഡല്ലടാ. ഈ സ്ട്രക്ചർ സിമ്പിളായിട്ട് വരയ്ക്കാനുള്ള കോഡ് മിസ് ഇട്ടേക്കാം കേട്ടോ. ഡോണ്ട് വറി, നമ്മുടെ അടുത്ത കണ്ടന്റ് വീഡിയോ വരാൻ നേരത്തെ ഇട്ടേക്കാം. എല്ലാവരും വാച്ച് ചെയ്താൽ മതി. സോ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ വരുന്ന നമ്മുടെ ചാനലിലുള്ള സൈലന്റ് നീ ചാനലിലുള്ള എല്ലാ കണ്ടന്റ് വീഡിയോസും നിങ്ങൾ ചെക്ക് ചെയ്യണം. ഏറ്റവും കോർ ടോപ്പിക്സിലെ കണ്ടന്റ് വീഡിയോസ് ആയിരിക്കും വരുന്നത്. സോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. സോ യു വിൽ ഗെറ്റ് യുവർ നോട്ടിഫിക്കേഷൻ കണ്ട ഉടനെ തന്നെ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. സോ സംതിങ് ദാറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യു. ഒരു 1 മിനിറ്റിലാണെങ്കിൽ ചിലപ്പോൾ 1 ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഒരു എക്സാമിൽ നമുക്ക് ടിപ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. സ്റ്റേ അപ്ഡേറ്റഡ്. ഓക്കെ. Choose the correct option with respect to average composition of cell in decreasing order. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതലുള്ള വാട്ടർ 70 to 90%. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോട്ടീൻ ആണ്, വിച്ച് ഇസ് 10 to 15, ന്യൂക്ലിക് ആസിഡ് 5 to 7, കാർബോഹൈഡ്രേറ്റ് 2 ആൻഡ് ലിപ്പിഡ്സ് 3, ലിപ്പിഡ്സ് 2, അയോൺസ് 1. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്. ഇതിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾ പഠിക്കണം, വിച്ച് ഇസ് എ ചാർട്ട് വിച്ച് ഇസ് ഗിവൺ ഇൻ NCERT. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ സ്ട്രക്ചർ ഓഫ് എ പോളിസാക്കറൈഡ്? ഒരു പോളിസാക്കറൈഡിൻ്റെ ട്രൂ സ്ട്രക്ചർ ഇതിൽ ഏതാണ്? യെസ് ചിത്ര, അർക്കിഡോണിക് ആസിഡ് 20 കാർബൺ ഉള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. ഈ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സ്റ്റെറിക് ആസിഡ്, പാൽമിറ്റിക് ആസിഡ് ആൻഡ് അർക്കിഡോണിക് ആസിഡ്. ഈ നമ്പർ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണം. സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്നൊന്ന് ഓർത്ത് വെക്കണം. ചോദ്യം വരുന്നതാണ് കേട്ടോ. എസ് നെക്സ്റ്റ്. ഇത് പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഡയറക്റ്റ് R4R എന്ന് പറയുന്ന കോഡാണ് യൂസ് ചെയ്യുക. ഇഫ് യു ടേക്ക് എ പോളിസാക്കറൈഡ്, ഒരു പോളിസാക്കറൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് എൻഡ് റെഡ്യൂസിങ് ആണ് R4R ആൻഡ് ലെഫ്റ്റ് എൻഡ് ഇസ് നോൺ റെഡ്യൂസിങ്. റൈറ്റ് എൻഡ് റെഡ്യൂസിങ്, ലെഫ്റ്റ് എൻഡ് നോൺ റെഡ്യൂസിങ്, R4R എന്ന് പറയുന്ന രീതിയിൽ. ഇവിടെ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോളിസാക്കറൈഡിൽ ഇതുപോലെ ചോദിക്കുന്നത് നമുക്ക് നേരെ പോളിപെപ്റ്റൈഡ് പ്രോട്ടീനിലും ചോദിക്കും. N ടെർമിനൽ എവിടെയാണ്, അതുപോലെ C ടെർമിനൽ എവിടെയാണ്, ലെഫ്റ്റ് എൻഡിൽ ഏതാണ്, റൈറ്റ് എൻഡിൽ ഏതാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, പോളിസാക്കറൈഡ് പഠിക്കുമ്പോൾ, പ്രോട്ടീൻ പഠിക്കുമ്പോൾ ലെഫ്റ്റ് എൻഡിൽ എന്താണ്, റൈറ്റ് എൻഡിൽ എന്താണ്. ഓക്കെ, ദാറ്റ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 7. മാച്ച് ദ കോളം A to B ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ദേ നമ്മൾ കോഡ് വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഈ കോഡ് ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ പറയണം. ആസിഡിക്, ബേസിക്, ന്യൂട്രൽ ആൻഡ് ആരോമാറ്റിക് അമിനോ ആസിഡ്സ്. നമുക്ക് ഈ ക്ലാസിഫിക്കേഷനാണ് NCERT കൊടുത്തിരിക്കുന്നത്. ആൻഡ് വൺ ഓഫ് മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ഫ്രം അമിനോ ആസിഡ്.
ക്ലാസിഫിക്കേഷൻ അസിഡിക്, ബേസിക്, ന്യൂട്രൽ ആൻഡ് ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? ഇപ്പോഴും ഇത് തിരിഞ്ഞു പോകുന്നവരുണ്ടെങ്കിൽ കോഡുകൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, പടപടാ നോക്കി പഠിക്കുക, തെറ്റിക്കാതിരിക്കുക. യെസ് മക്കളെ, ഗ്ലൂ ആസ് അസിഡിക് എന്ന് നമ്മൾ പറയും. ദാറ്റ് ഈസ് ഗ്ലൂട്ടാമിക് ആസിഡ് ആൻഡ് അസ്പാർട്ടിക് ആസിഡ് ആസ് അസിഡിക് അമിനോ ആസിഡ്സ്. 1C ആണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത്. ഇനി ബേസിക്, ഹിസ് ആർഗ്യൂ ബേസിക് ലൈക്ക് ദാറ്റ് ഈസ് ഹിസ്റ്റിഡിൻ, ആർജിനിൻ ആൻഡ് ലൈസിൻ ആർ ബേസിക് അമിനോ ആസിഡ്. സോ ലൈസിൻ, ആർജിനിൻ കൊടുത്തിട്ടില്ല, സോ 2B ആണ് വരിക. ഇത് തെറ്റി. ഇനി നമുക്ക് നോക്കാം. ന്യൂട്രൽ അമിനോ ആസിഡ് വില്ലേജ് എന്ന് പറയും. വാലിൻ, ഗ്ലൈസിൻ, ഐസോലൂസിൻ, ലൂസിൻ, ഇത് ഇത്രയുമാണ് വരിക. സോ യു ക്യാൻ സി ന്യൂട്രലിൽ നമുക്ക് വരുന്നത് ഗ്ലൈസിൻ, വാലിൻ. ആരോമാറ്റിക് എന്ന് പറയുന്ന ആരോമ, ഫിനൈലിൻ്റെ ആരോമ എടുക്കുന്നു. ട്രൈ ആൻഡ് ട്രിപ്പ്, ദാറ്റ് ഈസ് തൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. സോ യു സി ആരോമാറ്റിക് അമിനോ ആസിഡിൽ നമുക്ക് ഇവിടെ ഉള്ളത് തൈറോസിനും ട്രിപ്റ്റോഫാനുമാണ്. എപ്പാർട്ട് ഫ്രം ദാറ്റ് ഫിനൈൽ അലാനിനും കൂടി വരും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ aromatic 4A and F varum. Answer is second option. Question number 8. R is a group of proteinaceous amino acid is replaced by hydrogen, methyl or hydroxymethyl group respectively. നമുക്ക് ആകെ 3 എക്സാമ്പിൾസേ ഉള്ളൂ അല്ലേ അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ. ദാറ്റ് ഈസ് ഗ്ലൈസിൻ, അലാനിൻ ആൻഡ് സെറിൻ. ഇതിലൊക്കെ ആർ ഗ്രൂപ്പിനെ എന്ത് വെച്ചാണ് റീപ്ലേസ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേഗം ഉത്തരം പറഞ്ഞേ. യെസ്, ആർ ഗ്രൂപ്പിനെ എച്ച് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ്. യു ഹാവ് ഗ്ലൈസിൻ. യെസ്, അലാനിലാണ് CH3 വെച്ച് റീപ്ലേസ് ചെയ്യുക. ആൻഡ് സെറീൻ ഇസ് ദ ആൽക്കഹോളിക് CH3OH വരുന്ന ഗ്രൂപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ആർ. ഇതിൽ ആരോമാറ്റിക് അമിനോ ആസിഡ്സ് ആരാണ്? അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തവർക്ക് ഇത് പപ്പടം പോലെ പടാന്ന് പറയാൻ പറ്റും. വേഗം പറഞ്ഞോ. യെസ് മകളെ. തൈറോസിൻ, ഫിനൈലലാനിൻ, tryptophan. Answer is second option. Question number 10. Choose the correct statement. Choose the correct statement. Glycerol is trihydroxypropane. Funny. വരും, നമുക്ക് പഠിക്കാം. To us 10 minutes ആയി and we are doing something around 100 questions. ഓൾറെഡി നിങ്ങൾ എക്സീഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് 100 ആയിടോ. 65, 30. It's 95. 5 more questions ആകുമ്പോൾ 100 ആവും പെട്ടെന്ന്. Glycerol is a trihydroxypropane. Correct ആണ്. Nucleic acids consist only of nucleotides. Correct ആണ്. Lecithin is a phospholipid. Answer is all of the above 4. Question number 11. With respect to average composition of cell, which of the following is the most abundant? 5 ക്വസ്റ്റ്യനോട് ചെയ്യുമ്പോഴേക്കും ഇല്ല, ഇനി 4 ക്വസ്റ്റ്യനോട് ചെയ്യുമ്പോൾ we are reaching 100. പെട്ടെന്ന് തകർക്കുക. മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് ഈ കൂട്ടത്തിലുള്ളത് ആരാണ്? മോസ്റ്റ് അബണ്ടന്റ് വാട്ടർ തന്നിരുന്ന 70 to 90% വാട്ടർ ആണ്. വാട്ടർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് യെസ് ഗൈസ്, ഇറ്റ്സ് പ്രോട്ടീൻ. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. Read the following statement and identify true or false. ഹാലിബറി നോക്കടാ, ഇന്ന് തന്നെ കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കണ്ട, അതുപോലെയാണ് ഇരിക്കുന്നത്. സിനിമയിലൊക്കെ എടുത്താണ് തന്നെ, അറിയാൻ പറ്റില്ല ഭാവി ഉണ്ടോന്ന്. ശ്രദ്ധിച്ചോടാ. ഐഡന്റിഫൈ ട്രൂ ഓർ ഫോൾസ്.
പെട്ടെന്ന് ചെയ്യുക. ഒരു ആവേശക്കുറവുണ്ടല്ലോ, ഓടി ചെയ്യുക. എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ എക്സാം ഉള്ളതുകൊണ്ട് ഓടിപ്പോവേണ്ടി വന്നിട്ടുള്ളൊരവസ്ഥ വന്നിട്ടുണ്ട്. യെസ് ഗൈസ്, റബ്ബർ ഗം സെല്ലുലോസ് ആർ പോളിമെറിക് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. നമുക്കറിയാം റബ്ബർ ഗം സെല്ലുലോസ് പോളിമെറിക് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആണ്. ഇറ്റ്സ് ട്രൂ വരുന്നതാണ് എല്ലാ ഓപ്ഷനും. വെൻ വി ഗ്രൈൻഡ് എ ടിഷ്യൂ, all the cellular membrane form vesicles which are water insoluble. Yes, അതാണ് നമ്മളുടെ lipids which are water insoluble membranes. That is also true. അപ്പോൾ false വന്ന ഓപ്ഷൻ തെറ്റി. അടുത്ത നോക്കാം. Protein is a heteropolymer of 20 amino acid in higher organism. Yes, correct ആണ്. പ്രോട്ടീനിൽ heteropolymer ആണ്. അതിൽ മേജർലി 20 amino acids ആണ് ഉള്ളത്. So this also goes wrong. അടുത്ത നോക്കാം. Rubisco is the most abundant carbohydrate. Rubisco is the most abundant protein in the whole biosphere. So 4 തെറ്റി, false ആണ് വരിക. ആൻസർ should be fourth option. The right end of polysaccharide reducing ആണ്, left is non-reducing. So answer is all of them except 4 is true. Answer is fourth option. 3 ഓടാ, അതെങ്ങനെയാടാ 3 വന്നേ? Rubisco is the abundant protein. 4 is wrong. All the rest are correct. Answer is fourth option. Okay. Question number 13. Which of the following is incorrect chemical from acid soluble pool? Acid soluble pool in the incorrect ആണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. വേഗം ആൻസർ ചെയ്തോ. യെസ് ഗൈസ്, ഇച്ചിരി ഒന്ന് സ്ലോ ആയല്ലോ, വിശക്കുന്നോ എന്തോ. They have molecular weight ranging from 18 to 800 Dalton. കറക്റ്റ് ആണ്. The molecular weight of lipid exceeds 800 Dalton. ആണോ? വെയിറ്റ് കൂടിയത് കൊണ്ടല്ല. ആക്ച്വലി ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ദേ ഫോം വെസിക്കിൾസ്. അതുകൊണ്ടാണ് അവർ ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷനിൽ കാണുന്നത്. അവരുടെ വെയിറ്റ് ഈസ് ലെസ് ദാൻ 800 Dalton ആണ്. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ വിച്ച് ഇസ് ഇൻകറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. In a polysaccharide, individual monosaccharides are linked by glycosidic linkage. നമുക്ക് നോക്കി തുടങ്ങിയാലോ? എല്ലാവരും ചെയ്തോ? In polysaccharide, the individual monosaccharides are linked by glycosidic bond. അല്ലെ, പോളിസാക്രൈഡിൽ മോണോസാക്രൈഡ്സിനെ ലിങ്ക് ചെയ്യുന്നത് ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആണ്. Glycosidic bonds are formed between two carbon atoms of two adjacent monosaccharide. Adjacent monosaccharides-നിടയിലുള്ള കാർബൺ ആറ്റം തമ്മിലാണ് ഈ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. കറക്റ്റ് ആണ്. The process of glycosidic bond formation is dehydration. വാട്ടറിനെ റിമൂവ് ചെയ്തുകൊണ്ടാണ്. COH, ഇവിടെ COH, ഇവിടെ നിന്ന് ഒരു H2O പോയിട്ട് നമുക്ക് COC, ദാറ്റ് ഈസ് യുവർ ബോണ്ട്. ഡീഹൈഡ്രേഷൻ വഴിയാണ് ഉണ്ടാവുന്നത്. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ജനറ്റിക് മെറ്റീരിയൽ. Correct statement with respect to genetic material. Yes, every bond, peptide bond, glycosidic bond, even ester bond formations, they are all by dehydration, removal of water. Yes, makle, bond between phosphate and hydroxyl group of a sugar is an ester bond. Bond between phosphate group hydroxyl group of sugar. It is an ester bond which is present in a nucleotide. Nucleic acids exhibit secondary structure. നമ്മൾ പറയുന്ന DNA യുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇറ്റ് ഈസ് എ സെക്കൻഡറി സ്ട്രക്ചർ.
Nucleic acid, a phosphate moiety links to the 3' carbon of one sugar. ഒരു ഷുഗറിൻ്റെ 3' കാർബണിലും അടുത്ത ഷുഗറിൻ്റെ 5' എന്ത് ചെയ്യുക, phosphodiester bond form ചെയ്യുന്നത്. So all of these are true. Answer is fourth option. So we have reached 100. So let's go to the last 15 set of questions. Question number 16. Read the following statement and choose the correct option. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് വായിക്കുക. പ്രോട്ടീൻ ഈസ് എ ഹെട്രോപോളിമർ ഓഫ് ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ്. ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ് അല്ലെ 20 അമിനോ ആസിഡ്സിൻ്റെ ഹെട്രോപോളിമർ ആണ് പ്രോട്ടീൻ. ലെഫ്റ്റ് എൻഡ് ഓഫ് പോളിസാക്കറൈഡ് പോളിപെപ്റ്റൈഡ് ചെയിൻ റെപ്രസെൻറ്റ് ദ ഫസ്റ്റ് അമിനോ ആസിഡ്. റൈറ്റ് എൻഡിൽ ലാസ്റ്റ് അമിനോ ആസിഡ്. യെസ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ എഴുതുക. ലെഫ്റ്റ് എൻഡ് എൻ ടെർമിനൽ ആണ് വിച്ച് ഇസ് ദ ഫസ്റ്റ് അമിനോ ആസിഡ് ആൻഡ് സി ടെർമിനൽ വിച്ച് ഇസ് ദ ലാസ്റ്റ് അമിനോ ആസിഡ്. അല്ലേ? അടുത്ത നോക്കിയടാ. ഫസ്റ്റ് അമിനോ ആസിഡ് ഇസ് കോൾഡ് എസ് എൻ ടെർമിനൽ അമിനോ ആസിഡ് ആൻഡ് ദ ലാസ്റ്റ് അമിനോ ആസിഡ് ഇസ് കോൾഡ് എസ് സി ടെർമിനൽ അമിനോ ആസിഡ്. കറക്റ്റ് ആണ്. Positional information of amino acid in a polypeptide is shown by primary structure. Primary structureലാണ് നമ്മൾ അമിനോ ആസിഡിന്റെ പൊസിഷണൽ ഇൻഫർമേഷൻ കിട്ടുക, അല്ലേ? ആൻഡ് ഫൈനലി ഹൈഡ്രജൻ ബോണ്ട് ആർ ഫൗണ്ട് only in secondary structure of protein. നമുക്കറിയാം സെക്കൻഡറി സ്ട്രക്ചറിൽ, ടെർഷ്യറി സ്ട്രക്ചറിൽ ഒക്കെ നമുക്ക് ഹൈഡ്രജൻ ബോണ്ട് കാണാൻ പറ്റും. കോട്ടനറി സ്ട്രക്ചറിലൊക്കെ ഹൈഡ്രജൻ ബോണ്ട് കാണാൻ പറ്റും. ഒള്ളി എക്സ്ട്രീം വേർഡ് കണ്ടു. ദാറ്റ് ഈസ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നോക്കിയേ, 1, 2, 3 and 4 is correct. Sorry, in protein, fifth option of വായിച്ചില്ല. In protein only left-handed helix are observed. Sorry, in protein you only have right-handed helix. only right handed. ആകെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്സ് കാണുന്നത് ഇസഡ് ഡി എൻ എയിൽ മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ഡി എൻ എയും ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്, റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആണ്. അതുപോലെ തന്നെ പ്രോട്ടീനും റൈറ്റ് ഹാൻഡഡ് ആണ് എക്സെപ്റ്റ് 1 ഡി എൻ എ മോളിക്യൂൾ. അപ്പോൾ നമുക്ക് പറയാം 1, 2, 3 and 4 is correct. Answer is first option. Question number 17. Choose the correct statement with respect to the given molecular structure. നോക്കിയേടാ, നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് മോളിക്കുലർ സ്ട്രക്ചർ തന്നിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്ന സ്ട്രക്ചർ ഏതാണ്, സെക്കൻഡ് തന്നിരിക്കുന്ന സ്ട്രക്ചർ ഏതാണ്? വളരെ സിമ്പിളാണ്. ഫസ്റ്റ് തന്നിരിക്കുന്ന എന്താ, ദേ ഗ്ലിസറോളുമായിട്ട് 3 ഡിഫറെൻറ്റ് R3 ഗ്രൂപ്പിൽ എസ്റ്റർ ബോണ്ട് വഴി ഫോം ചെയ്തു. സോ ദിസ് ഈസ് എ triglyceride. And here ദാ നമുക്ക് കൊളീനും ഒരു ഫോസ്ഫറസ് ഗ്രൂപ്പും ആഡ് ചെയ്തു, വിച്ച് ഈസ് എ ഫോസ്ഫോലിപ്പിഡ്. അപ്പോൾ നമുക്ക് നോക്കാം, എ ട്രൈഗ്ലിസറൈഡ് പ്ലാസ്മ മെമ്പറൈനിലുള്ളത് ഫോസ്ഫോലിപ്പിഡാണ്. ഇറ്റ്സ് റോങ്. ഇനി നോക്കിയേ, എ ഇസ് എ ട്രൈഗ്ലിസറൈഡ് ഫൗണ്ട് ഇൻ ഫാറ്റ്, B is lecithin, which is the phospholipid found in plasma membrane. Answer is second option. Now going to question number 18, choose the correct statement. അപ്പോൾ ദാ നമ്മൾ എൻസൈംസിലേക്ക് എത്തി. Go for the correct statement. The inorganic catalyst work effectively at high temperature, but enzymes mostly get denatured at this temperature. കറക്റ്റ് ആണല്ലേ? ഇനോർഗാനിക് കാറ്റലിസ്റ്റിൽ ഹൈ ടെമ്പറേച്ചർ വർക്ക് ചെയ്യാം, എൻസൈംസിന് അങ്ങനെ ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫങ്ഷണൽ എൻസൈംസ് ഹാവ് ടെർഷ്യറി സ്ട്രക്ചർ. ടെർഷ്യറി സ്ട്രക്ചർ 3-dimensional സ്ട്രക്ചറിൽ മാത്രമാണ് എൻസൈംസ് കംപ്ലീറ്റ്ലി ഫങ്ഷണൽ ആവുക. തെർമൽ സ്റ്റെബിലിറ്റി ഈസ് ദ ക്വാളിറ്റി ഓഫ് സം എൻസൈം ഐസൊലേറ്റഡ് ഫ്രം തെർമോഫിലിക് ഓർഗാനിസംസ്. നമുക്കറിയാം തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ഓർഗാനിസത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ആ ഒരു DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണ് നമ്മൾ PCR മെത്തേഡിന് യൂസ് ചെയ്യുക. കാരണം എന്താണ്, 80 to 90 ഡിഗ്രി സെൽഷ്യസിലും അതിന് ആക്റ്റീവ് ആവാനായിട്ട് പറ്റും. സോ ഓൾ ഓഫ് ദീസ് ആർ കറക്റ്റ്. ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 19, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്.
ഇർഫാൻ എക്സാമിന് പോവാണ്. അയ്യോടാ, ലാസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ട് പോവായിരുന്നു. സാരില്ല. ടാ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതണം. എക്സാമിന് പോകുന്നവരോട് പറയുകയാണ്, ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. നമുക്ക് ലാസ്റ്റ് വരെയുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോയി കളയാം. There is no uncatalyzed metabolic conversion in living system. ലിവിങ് സിസ്റ്റത്തിൽ അൺകാറ്റലൈസ്ഡ് ആയിട്ടുള്ള മെറ്റബോളിക് കൺവേർഷൻസ് ഇല്ല. കറക്റ്റാണ്. എല്ലാ മെറ്റബോളിക് കൺവേർഷനും കാറ്റലിസ്റ്റ് വേണം. മെറ്റബോളിക് പാത്വേ ഫ്രം ഗ്ലൂക്കോസ് ടു ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് 10 മെറ്റബോളിക് സ്റ്റെപ്സ് ആണ്. മെറ്റബോളിക് പാത്വേസ് ഓൾവേസ് ദാടാ ശ്രദ്ധിച്ച മക്കളെ, കാറ്റലിസ്റ്റ് വിച്ച് ഹാസ്റ്റൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓഫ് എ ഗിവൺ റിയാക്ഷൻ കൺവേർഷൻസ് ആർ പ്രോട്ടീൻസ്. അല്ലേ മക്കളെ, മോസ്റ്റ് ഓഫ് ദ കാറ്റലിസ്റ്റ് ആർ പ്രോട്ടീൻസ്, വിച്ച് ഇസ് കറക്റ്റ്. ഇവിടെ നോക്ക്, തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്ക്, മെറ്റബോളിക് പാത്വേ ഓൾവേസ്. ദാ ഒരു നെഗറ്റീവ് ഇവിടെ തന്നെ വന്നു. ഓൾവേസ് എന്ന് പറയുന്ന എക്സ്ട്രീം വേർഡ്. ഫ്രം കോംപ്ലെക്സ് മോളിക്യൂൾ ഫ്രം സിംപ്ലർ മോളിക്യൂൾ. എപ്പോഴും ഈസി ടു ആനബോളിക് സിമ്പിൾ എന്ന് കോംപ്ലെക്സിലേക്കാണോ ഫോം ചെയ്യുന്നത്? ഓൾവേസ്. നോ, കോംപ്ലെക്സ് എന്ന് സിമ്പിൾ വരില്ലേ? യു ഹാവ് ആനബോളിക് ആൻഡ് കാറ്റബോളിക് പാത്വേ. ആൻസർ ഇസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. സോ ഇത് ഞാൻ എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് സെറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ബിക്കോസ് വി ഹാവ് എൻ എക്സാം ടു ഗോ ഫോർ അല്ലേ. അപ്പോൾ ദാ ഈ ക്വസ്റ്റ്യനോട് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മൾ ബയോമോളിക്യൂൾസിന് എല്ലാ പാർട്ടും ടച്ച് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്തു. സോ എൻസൈമിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഐഡൻറ്റിഫൈ A to E ഇൻ ദ ഗിവൺ ഫിഗർ വിത്ത് റെസ്പെക്ട് ടു ആക്ടിവേഷൻ എനർജി. ഈ ഗ്രാഫ് പഠിക്കാതെ ആരും എക്സാമിന് പോകരുത്. എൻസൈമിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമെങ്കിൽ അത് ഇതിൽ നിന്നായിരിക്കും എന്നാണ് നമുക്കൊരു 50% പറയാൻ പറ്റുക. ദാറ്റ് മച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ സെൻറ്റൻസസ് വരാം. സോ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ തെറ്റിക്കത്തില്ല എന്ന് എനിക്കറിയാം. ഐഡൻറ്റിഫൈ A to E given figure and with respect to the concept of activation energy. Yes guys, E എന്ന് പറയുന്നത് നമുക്ക് എഴുതാം ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. A എന്ന് പറയുന്നത് എന്താണ്? ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. ബി എന്ന് പറയുന്നത് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. സി എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റിൻ്റെ എനർജി. ആൻഡ് ഡി ഈസ് പ്രോഡക്റ്റ് എനർജി. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മളിതാ എവല്യൂഷനിലെ 20 ക്വസ്റ്റ്യൻസ് ചെയ്ത് എല്ലാവരും ഒന്ന് പെട്ടെന്ന് മാർക്ക് പറഞ്ഞേ. ഔട്ട് ഓഫ് 80 20ക്ക് എത്ര മാർക്കാണ് എൻ്റെ മക്കൾക്ക് കിട്ടിയത്? വേഗം ഒന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ എഫക്റ്റീവ്ലി 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. വി ഡിഡ് ഓൾ റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ്. എല്ലാ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കി. ആൻഡ് നിങ്ങളെല്ലാവരും നല്ല കിടിലമായിട്ട് ചെയ്യുന്നുണ്ട് മക്കളെ. നമുക്കറിയാം ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ടീച്ചേഴ്സിൻ്റെ കൂടെ ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് പാർട്ട് ആ ഒരു ടോപ്പിക്കിൻ്റെ മെമ്മറൈസ് ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് വി ആർ സീയിങ് ലൈക്ക് ഹൗ വെൽ വി ആർ ഡൂയിങ് വിത്ത് എൻ എക്സാം ബിക്കോസ് വി ആർ ഗോയിങ് ഫോർ എക്സാം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ലാസ്റ്റ് മിനിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എല്ലാവരും ഞങ്ങൾക്ക് തോന്നുന്ന ക്ലാസ്സിലൊക്കെ നമ്മൾ പറയാറുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നിങ്ങൾ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റിവിസിറ്റ് ചെയ്ത് അത് കണ്ട് പഠിക്കുക. തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യുക. അപ്പോൾ സി യു ഗൈസ് വിത്ത് നെക്സ്റ്റ് ഡു ഓർ ഡൈ. ബൈ ബൈ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഇന്നത്തെ 7:30 ലൈവ് മിസ്സാക്കരുത്. നമുക്ക് എങ്ങനെ സുവോളജിയിൽ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്തുകൊണ്ട് ഇനി ക്രാഷ് പ്രോഗ്രാമിലൂടെ നമുക്ക് 180 on 180 എന്ന് പറയുന്ന നമ്മുടെ ഡ്രീം സ്കോറിലേക്ക് എത്താം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കുള്ള ഒരുപാട് പ്രോബ്ലംസ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ വന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. സീ യു ദേർ. ബൈ ബൈ, താങ്ക് യു.